ഉണ്ണിനെ ഫൈറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും പാക്സോണിനെ ഒറ്റയ്ക്കാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വാളെല്ലാം വീശി ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കിങ് ആയിട്ടുള്ള യോ പാക്സോൺ ഫൈറ്റ് ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പാക്സോണിനിട്ട് ഒരു വെട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഉൺ പാക്സോണിൻ്റെ അടുത്തേക്ക് എത്തുന്നു. എനിക്ക് കിരീടമൊന്നും വേണ്ട, ഞങ്ങളെ രണ്ടുപേരെയും പോകാനായിട്ട് അനുവദിക്കണമെന്ന് യോയോട് ഉൺ പറയുകയാണ്. പക്ഷേ കിങ് ഇവരുടെ പിറകിൽ നിന്ന് ഒരു സോൾജിയറിന് ഇവരെ കൊല്ലാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ ഉണ്ണിനെ കൊല്ലാൻ നോക്കുമ്പോൾ ഉണ്ണിനെ തള്ളി മാറ്റി പാക്സോൺ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ വെട്ട് പാക്സോണിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ പാക്സോൺ വീണ് കഴിയുമ്പോൾ ഉൺ പാക്സോണിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് നമുക്ക് കിട്ടും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്കിവിടെ നിന്ന് എത്രയും വേഗം പോകാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഉണ്ണിൻ്റെ കയ്യിൽ കിടന്ന് പാക്സോൺ മരിക്കുകയാണ്. പാക്സോണിനെ നോക്കി കരയുന്ന ഉണ്ണിൻ്റെ നേർക്ക് അമ്പെയ്യാനായിട്ട് യോ നിൽക്കുകയാണ്. അതിനുശേഷം ഉണ്ണിൻ്റെ കൈക്കിട്ട് അമ്പെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് അമ്പെയ്യാൻ വരുമ്പോഴത്തേക്കും ഉണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വാങ്സോ എത്തുകയാണ്. ഉണ്ണിനെ പോകാൻ അനുവദിക്കണമെന്ന് വാങ്സോയും യോയോട് പറയുകയാണ്. ജെങ്ങും ഹെയ്സും ഇപ്പോഴാണ് അവിടേക്ക് എത്തുന്നത്. ജെങ്ങിനെയും ഹെയ്സുവിനെയും തടഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും എത്തുകയാണ്. വാങ്സോ ഉണ്ണിനെ രക്ഷിക്കാനായിട്ട് സോൾജേഴ്സുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. അപ്പോൾ യോ അടുത്ത അമ്പ് കൂടി ഉണ്ണിനിട്ട് കൊള്ളിക്കുന്നു. ഉണ്ണ ആ അമ്പുകൊണ്ട് വീഴുന്നതിന് മുമ്പ് തന്നെ വാങ്സോ ഉണ്ണിനെ പിടിക്കുകയാണ്. ഉൺ വാങ്സോയോട് പറയുകയാണ്, അന്ന് ആ മാസ്ക് മാറ്റാനൊക്കെ ഞാൻ പറഞ്ഞത് യോ പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നു. അന്ന് എനിക്ക് വാങ്സോയോട് ക്ഷമ ചോദിക്കാൻ സാധിച്ചില്ല, പക്ഷെ ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അവസാനമായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്. ദുഷ്ടനായിട്ടുള്ള യോയുടെ കൈകൊണ്ട് മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാങ്സോ എന്നെ കൊല്ലണമെന്നായിരുന്നു ഉണ്ണിന് പറയാനുണ്ടായിരുന്നത്. പാർക്സോണെ എനിക്ക് ഒറ്റയ്ക്കാക്കാൻ സാധിക്കുകയില്ല, അവൾ പോയിടത്തേക്ക് എനിക്കും പോകണമെന്ന് ഉൺ പറയുകയാണ്. വാങ്സോയുടെ കൈകൊണ്ട് മരിക്കുന്നത് പോലും സന്തോഷമുള്ള കാര്യമാണെന്ന് ഉൺ പറയുന്നു. അങ്ങനെ ജെങ്ങിനെ ഹെയ്സുവിനെ മുമ്പിൽ വെച്ച് തന്നെ ഹെയ്സ് കണ്ട ഫ്യൂച്ചറെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് യോ കൊല്ലുന്നതിന് മുമ്പ് തന്നെ വാങ്സോ ഉണ്ണിനെ വെട്ടുന്നു. മരിച്ചു കിടക്കുന്ന പാക്സോണിനെ നോക്കിക്കൊണ്ട് തന്നെ ഉണ്ണും മരിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ഉണ്ണിനെ കണ്ടുകൊണ്ട് വാങ്സോയും ഹെയ്സുവും ജെങ്ങും തകർന്നു നിൽക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ഉണ്ണിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് എണീക്കാനൊക്കെ ജെങ് പറയുന്നുണ്ട്. യോ ക്രൂരമായ ഒരു ചിരിയോടുകൂടി ഉണ്ണിനെ നോക്കുന്നു. വാങ്സോ കരയുന്നുണ്ടെങ്കിൽ പോലും താനാണല്ലോ ഉണ്ണിനെ കൊന്നതെന്ന തോന്നലോടെ കുറ്റബോധം കൊണ്ടും വിഷമം കൊണ്ടും തനിക്കുണ്ടാവുന്ന ഫീലിങ്സ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഭ്രാന്തമായി ചിരിക്കുകയാണ് ചെയ്തത്. ആ ഒരു ചിരിയായിരുന്നു ഹെയ്സ് ഫ്യൂച്ചറിൽ കണ്ടപ്പോൾ വാങ്സോ ഉണ്ണിനെ കൊന്നതിന് ശേഷം സന്തോഷിക്കുകയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയത്. വാങ്സോ എപ്പോഴും ഉണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രമിച്ചത്, തെറ്റ് തൻ്റെ ഭാഗത്താണെന്ന് ഹെയ്സിന് മനസ്സിലാവുകയാണ്. ദേഷ്യത്തോടെ തന്നെ വാങ്സോ യോനെ നോക്കുന്നു. മരിച്ചു കിടക്കുന്ന ഉണ്ണിനെ ഹെയ്സ് നോക്കിയതിന് ശേഷം പണ്ട് ഹെയ്സ് ഉണ്ണിൻ്റെ കൂടെ ആയിരുന്ന നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചും ഓർക്കുന്നു. അതെല്ലാം ഓർത്ത് കരയുവാൻ മാത്രമേ ഹെയ്സിനിപ്പോൾ സാധിക്കുമായിരുന്നുള്ളൂ. രക്തം പുരണ്ട വാളുമായി ജനറൽ പാർക്കിന് മുമ്പിലൂടെ വാങ്സോ പോവുകയാണ്. ജെങ്ങും ഹെയ്സും ജനറൽ പാർക്കും മരിച്ച ഉണ്ണിൻ്റെയും പാക്സോണിൻ്റെയും അടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ജനറൽ പാർക്ക് പറയുകയാണ്, ഞാൻ അവളോട് പലതവണ പറഞ്ഞതായിരുന്നു ഉണ്ണിനെ വിവാഹം കഴിക്കേണ്ട എന്ന്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ടായിരുന്നു ഞാനങ്ങനെ പറഞ്ഞത്. അവൾക്കും അതെല്ലാം അറിയാവുന്നതായിരുന്നു. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് ഉണ്ണ അവളുടെ ആദ്യ പ്രണയമാണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഉണ്ണിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും എന്നോട് പറഞ്ഞു. ഇത്രയും കാലം ഉണ്ണിൻ്റെ കൂടെ പാക്സോൺ ഹാപ്പി ആയിരുന്നു എന്ന് പാർക്ക് ജനറൽ ഹെയ്സോനോട് ചോദിക്കുകയാണ്. അവർ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് ഹെയ്സുവും അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്. ഞാൻ വാങ്സോനെ വെറുതെ വിടുകയില്ല, അവനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് ജെങ് എണീക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് യോനെ കുറ്റം പറയാതെ മറിച്ച് വാങ്സോ ആണ് എല്ലാം ചെയ്തതെന്ന് ജെങ് പറയുന്നതെന്നാണ്. ഹെയ്സ് ജെങ്ങിനെ തടഞ്ഞിട്ട് പറയുകയാണ്, ഉണ്ണിൻ്റെ ആഗ്രഹം അതായിരുന്നു, അത് വാങ്സോ സാധിച്ചു കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വാങ്സോ ചോയ്ച്ചിയോട് പറയുകയാണ്, ഞാൻ എപ്പോഴും കിങ്ങിൻ്റെ കയ്യിലെ വളർത്തുനായ മാത്രമായിരുന്നു, പക്ഷേ ഇനി ഞാൻ അങ്ങനെ ആയിരിക്കുകയില്ല, മറിച്ച് ഉടമസ്ഥൻ്റെ കയ്യിൽ കടിച്ച് ഉടമസ്ഥൻ്റെ വീട് മുഴുവൻ സ്വന്തമാക്കുകയായിരിക്കും ഞാൻ ഇനി ചെയ്യുക. അങ്ങനെ വാങ്സോ തീരുമാനിക്കുകയാണ്, ഞാൻ വാങ്സോ ഇനി ഗോറിയോയുടെ രാജാവാകുമെന്ന്. കിങ് യോ വുക്കിനോട് പറയുകയാണ്, ഉണ്ണും പാക്സോണും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന്. അതെല്ലാം കേട്ടിട്ട് പോലും വുക്കിന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബേക്ക വാങ്സോയോട് പറയുകയാണ്, ഉണ്ണിൻ്റെയും വൈഫിൻ്റെയും ബോഡി പോലും രാജകീയമായ രീതിയിൽ അടക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന്. അവരെ രാജ്യദ്രോഹികളെന്ന് മുദ്ര കുത്തിയിട്ട് പാലസിന് വെളിയിൽ അവരുടെ ബോഡി ഇട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ രഹസ്യമായാണ് അവരുടെ അടക്കെല്ലാം നടത്തിയതെന്നും ബേക്ക പറയുന്നു. അവൻ അവസാനമായി പറഞ്ഞ ആഗ്രഹം ഞാൻ അവനെ കൊല്ലണമെന്നായതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തതെന്ന് വാങ്സോയും പറയുന്നു.
വാങ്സോയുടെ സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഒന്നും വൈഫും സന്തോഷമായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുകയുണ്ടായിരിക്കുക എന്നും ബേക്ക പറയുകയാണ്. ചോയ്ജി അവരുടെ ഇടയിലേക്ക് വന്നിട്ട് അന്ന് ഹെയ്സു എഴുതിയ ആ ഒരു കത്ത് വാങ്സോയ്ക്ക് കൊടുക്കുകയാണ്. അമീഗോണിലുണ്ടെന്ന് അറിയിക്കാനായി എഴുതിയൊരു കത്തായിരുന്നു ഇത്. പക്ഷേ നമ്മളിപ്പോഴാണ് ഇത് കണ്ടെത്തിയതെന്നും ചോയ്ജി പറയുന്നു. ഹെയ്സു പാലസിനടുത്തുള്ള ഒരു നദിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ വാങ്സോ എത്തുകയാണ്. ഞാൻ ഉണ്ണിനെ കൊന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ എന്നെ നോക്കിയാലും നിനക്ക് എന്നെ ഒരു മോൺസ്റ്ററായിട്ടായിരിക്കും കാണാൻ സാധിക്കുക എന്ന് വാങ്സോ പറയുന്നു. നിങ്ങളുടെ സിറ്റുവേഷനെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഹെയ്സു പറയുമ്പോൾ വാങ്സോ പറയുന്നു, എന്തുകൊണ്ടാണ് ഉണ്ണി ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്നോട് പറയാതിരുന്നതെന്ന്. ഉണ്ണിനെ നിങ്ങൾ കൊന്നാലോ എന്നുള്ള ഭയം കൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് ഹെയ്സു സമ്മതിക്കുന്നു. ഹെയ്സു പറയുകയാണ്, ഞാൻ ഉണ്ണിനെയും വൈഫിനെയും ഇവിടുന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രമിച്ചത്. സത്യങ്ങളെല്ലാം നിന്നോട് തുറന്ന് പറയാതിരിക്കുകയാണെങ്കിൽ നിനക്ക് എത്രത്തോളം വിഷമമാകുമെന്ന് മനസ്സിലാക്കിയ ഞാൻ അതുകൊണ്ടാണ് ഒരു കത്തെഴുതി അവിടെ വെച്ചത്. ഏത് സാഹചര്യമാണെങ്കിലും നിന്നോടുള്ള വിശ്വാസം എനിക്കൊരിക്കലും പോകില്ല എന്നും ഹെയ്സു പറയുന്നു. പക്ഷെ വാങ്സോ പറയുകയാണ്, എനിക്കറിയാം നിനക്കെന്നെ വിശ്വാസമില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഞാനാണ് ഉണ്ണിനെ കൊന്നതെങ്കിലും നീ സത്യങ്ങൾ എന്നോട് പറയാതിരുന്നത് കൊണ്ടാണ് എനിക്ക് ഉണ്ണിനെ കൊല്ലേണ്ടി വന്നത്. ഞാൻ കിങ്ങിന് വേണ്ടി ജോലി ചെയ്തതും നിനക്ക് വേണ്ടി മാത്രമായിരുന്നു. നിന്നെ രക്ഷിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷെ എനിക്കെല്ലാം നഷ്ടപ്പെടുക മാത്രമാണ് ചെയ്തത്. ഇവിടം കൊണ്ട് നമുക്കെല്ലാം അവസാനിപ്പിക്കാമെന്ന് വാങ്സോ പറയുന്നു. നിങ്ങൾ ഈ പറയുന്നതെല്ലാം നുണയല്ലേ, എന്നോട് എന്തിനാണ് നുണ പറയുന്നതെന്ന് ഹീസ് ചോദിക്കുമ്പോൾ വാങ്സോ പറയുകയാണ്, നമ്മൾ പരസ്പരം നുണകൾ പറയില്ല എന്ന് നേരത്തെ തന്നെ വാക്ക് നൽകിയതാണ്. അതിനുശേഷം വാങ്സോ ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുന്നത് കാണിക്കുന്നു. ഉണ്ണിനെയും വൈഫിനെയും കൊല്ലാൻ സഹായിച്ചതിൻ്റെ പേരിൽ കുറേ സ്ഥലമൊക്കെ വാങ്സോയ്ക്ക് കൊടുക്കുകയും അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻസൊക്കെ നോക്കി നടത്താൻ വാങ്സോനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ് യോ. ജങ് പറയുകയാണ്, ഞാൻ രാജ്യത്തിൻ്റെ അതിർത്തിയെല്ലാം നോക്കാനായിട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ്. കിങ് ജങ്ങിനോട് സേഫായിട്ട് ഇവിടേക്ക് നിന്നോളാൻ പറയുന്നുണ്ടെങ്കിലും ജങ് പറയുന്നു, ഇത്രയും കാലം ഞാനൊരു ഭീരുവിനെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണിൻ്റെ ശരീരത്തിൽ നിന്നും ലഭിച്ച അമ്പുകൾ കിങ്ങിനെ കാണിക്കുകയാണ് ജങ്. അതിനുശേഷം ജങ് പറയുന്നു, നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഉറപ്പായിട്ട് നീ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് നിന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇതിവിടെ വയ്ക്കുകയാണെന്നും പറഞ്ഞ് അതവിടെ വെച്ചിട്ട് ജങ് പോകുന്നു. ഞങ്ങളെ പോകാൻ അനുവദിക്കണമെന്നെല്ലാം പറഞ്ഞ സൗണ്ട് യോ കേൾക്കുകയാണ്. പക്ഷെ ആ സൗണ്ട് യോ മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകളെയും അവളുടെ ഹസ്ബൻഡിനെയും കൊന്നതിന് വേണ്ടി നിനക്ക് ലഭിച്ച പ്രതിഫലമൊന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. നീ ഉറപ്പായിട്ടും അതിനുള്ള ശിക്ഷയെല്ലാം അനുഭവിക്കുമെന്ന് പാർക്ക് ജനറൽ വാങ്സോയോട് പറയുന്നു. അപ്പോൾ വാങ്സോ ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ഓർക്കുകയാണ്. വാങ്സോയും ബേക്കായും ചോയ്ജിയും പാർക്ക് ജനറലിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. നീ കിങ് ആകും എന്നുള്ള കാര്യം ടൈജോയ്ക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ടൈജോ മാർഷ്യൽ ആർട്സൊക്കെ നിന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് അയച്ചതെന്ന് ജനറൽ പാർക്ക് പറയുന്നു. എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കിങ് ആകണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് വാങ്സോ പറയുകയാണ്. ഒരു കിങ് ആക്കുക എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കിരീടത്തിന് വേണ്ടി പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ജനറൽ പാർക്ക് പറയുകയാണ്. വാങ്സോ ഇവിടം വിട്ട് പോവുകയാണെന്നുള്ള കാര്യം ബേക്ക ഹെയ്സുവിനോട് പറയുകയാണ്. ഹെയ്സു വാങ്സോനെ കാണാനായി ഓടുന്നുണ്ടെങ്കിലും വാങ്സോ പോയിട്ടുണ്ടായിരുന്നു. എന്നോട് പറയാതെ നിനക്കൊരിക്കലും എന്നെ വിട്ട് പോകുവാൻ സാധിക്കുകയില്ല. നീ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഹെയ്സു പറയുകയാണ്. അങ്ങനെ ഹെയ്സു അവിടെ നിൽക്കുമ്പോൾ ഓരോരോ സീസൺസ് മാറി മാറി വരുന്നതെല്ലാം കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സീനാണ്. ഹെയ്സുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട്, നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നയാൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഹെയ്സു അവിടേക്ക് ഓടി എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വാങ്സോ ആയിരുന്നില്ല, മറിച്ച് ജങ് ആയിരുന്നു. ഞാൻ ഉണ്ണിൻ്റെയും വൈഫിൻ്റെയും കല്ലറയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പാലസിലേക്ക് എത്തിയതെന്നൊക്കെ ജങ് പറയുന്നു. ഞാനിവിടേക്ക് തിരിച്ചെത്തുമ്പോൾ ഹെയ്സു ഇവിടെ കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്നും ജങ് പറയുന്നു. ഇവിടുത്തെ കോർട്ട് ലേഡീസിനൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകാമല്ലോ എന്നൊക്കെ ജങ് പറയുമ്പോഴത്തേക്കും ഹെയ്സ് പറയുകയാണ്, ഞാൻ റിട്ടയർഡ് ആവുന്നോടം വരെ ഇവിടെ തന്നെ കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അതിനുശേഷം ലോകം കാണാനായി യാത്ര ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഹെയ്സ് പറയുന്നു. അതിനുശേഷം ബേക്കാനെയും വൂഹിനെയും ജങ് കാണുകയാണ്. വൂഹി സ്വയം പരിചയപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു. പണ്ടത്തേതിൽ നിന്നും കുറച്ചുകൂടി വലിയ റാങ്കൊക്കെയാണ് ഇപ്പോൾ വൂഹിക്കുള്ളത്. പണ്ടുണ്ടായിരുന്ന ആ ഒരു ഡാൻസറല്ല ഇതെന്നൊക്കെ ജങ് കണ്ടുപിടിക്കുകയാണ്. അല്ലെങ്കിലും നിനക്ക് ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ടാണല്ലോ കമ്പനി, എന്തായാലും നിന്റെ കമ്പനി വളരെ മോശമാണെന്നൊക്കെ ബേക്കായോട് ജങ് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ എന്ന് ഉദ്ദേശിച്ചത് വാങ്സോനെയും കൂടി കൂട്ടിയിട്ടാണ്.
ഉണ്ണിനെ കൊന്നതുകൊണ്ട് തന്നെ വാങ്സോനെ ഇപ്പോൾ ജെങ്ങിന് ഒട്ടും തന്നെ ഇഷ്ടമില്ല. എൻ്റെ പിറകെ കുറേ സ്പൈനെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഇനി അങ്ങനെ ഒന്നും വിടേണ്ട കാര്യമില്ല എന്നൊക്കെ ജെങ് ബേക്കായോട് പറയുകയാണ്. ജെങ് അങ്ങനെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടെങ്കിലും ജെങ് പോയതിനു ശേഷം ബേക്കായും വുഹിയും പറയുകയാണ് ജെങ് ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ. ജെങ് സന്തോഷത്തോടെ കൂടി തന്നെയാണോ ഇരിക്കുന്നതെന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്പൈനെയൊക്കെ വിട്ടതെന്ന് ബേക്ക വുഹിയോട് പറയുകയും ചെയ്യുന്നു. വാങ്സോ ഏത് റൂമിലാണോ ഉള്ളതെന്ന് ബേക്ക ഹെയ്സുവിനോട് ചോദിക്കുകയാണ്. പക്ഷെ വാങ്സോ വന്നതിനെക്കുറിച്ച് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഹെയ്സു പറയുമ്പോൾ, അങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വാങ്സോനെ കാണാനാണ് എത്തിയതെന്ന് ബേക്കയും പറയുന്നു. ഗോറിയോടെ ഇപ്പോഴത്തെ കിങ് ആയിട്ടുള്ള യോ പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ്. വക്മൂൻ്റെയും ഉണ്ണിൻ്റെയും പാക്സോണിൻ്റെയും പ്രേതം തനിക്ക് ചുറ്റും അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടെന്നൊക്കെയാണ് യോ വിശ്വസിക്കുന്നത്. ജെങ് എത്തിയിട്ടുണ്ടെന്നും ജെങ്ങിനെക്കുറിച്ച് പറയാനും ക്വീൻ എത്തുമ്പോഴത്തേക്കും അവിടെ ഫുൾ സൗണ്ടിൽ മണിയെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യോ. വളരെയധികം ശബ്ദമായതുകൊണ്ട് തന്നെ യോ ബെല്ലടിക്കുന്നതൊക്കെ നിർത്താനായിട്ട് യോയുടെ കയ്യിൽ ക്വീൻ പിടിക്കുന്നു. അങ്ങനെ ക്വീൻ പറയുകയാണ് ജെങ്ങിനെ അടുത്ത ക്രൗൺ പ്രിൻസ് ആയിട്ട് നീ തീരുമാനിക്കണമെന്ന്. യോ ചോദിക്കുകയാണ്, എന്തിനാണ് തിടുക്കത്തിൽ ഞാൻ ജെങ്ങിനെ ക്രൗൺ പ്രിൻസ് ആക്കുന്നത്? അതിന് ഞാൻ ഉടനെ ഒന്നും മരിക്കാൻ പോകുന്നില്ലല്ലോ എന്ന്. ജെങ്ങിനും രാജാവാകാനുള്ള മോഹമുണ്ടോ എന്ന് ക്രൂരതയോടെ യോ ചോദിക്കുമ്പോൾ ക്വീൻ ആകെ ഞെട്ടുകയാണ്. അപ്പോഴാണ് വാങ്സോ എത്തുന്നത്. വാങ്സോ എത്തിക്കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് യോ പറയുകയാണ്, അമ്മയ്ക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ അടുത്ത ക്രൗൺ പ്രിൻസ് ആയിട്ട് ഞാൻ വാങ്സോനെ ആക്കാമെന്ന്. കിങ്ങിന്റെ അടുത്തേക്ക് ഹെയ്സു എത്തുമ്പോൾ അവിടെ വാങ്സോ നിൽക്കുന്നത് ഹെയ്സു കാണുന്നു. ഹെയ്സു കിങ്ങിന് ചായയൊക്കെ ആയിട്ട് പോകുന്നു. വൂക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻസ് ഒന്നും തീർന്നിട്ടില്ല എന്ന് പറയുന്നു. ആളുകളുടെ കുറവ് കൊണ്ടും അവശ്യ സാധനങ്ങളുടെ കുറവ് കൊണ്ടുമാണ് ഇങ്ങനെ കൺസ്ട്രക്ഷൻസ് എല്ലാം നിന്നു പോകുന്നതെന്ന് വാങ്സോ പറയുന്നു. ഹെയ്സ് കൊണ്ടുവന്ന ടീ കപ്പെല്ലാം വാങ്സോയുടെ നേർക്കെറിയുകയാണ് യോ ചെയ്തത്. അതിനുശേഷം യോ ഹെയ്സുവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എത്രയും വേഗം പണികളെല്ലാം പൂർത്തിയാക്കാൻ യോ പറയുന്നു. ഇപ്പോൾ ഉള്ളതിൽ വെച്ചും ടൈറ്റായിട്ടൊക്കെ ഹെയ്സുവിൻ്റെ കയ്യിൽ പിടിക്കുകയും ചെയ്യുന്നു. ജെങ്ങിനെ ദേഷ്യം വന്ന് ജെങ് ഇടപെടാൻ തുടങ്ങുമ്പോൾ വൂക്ക് ജെങ്ങിനെ തടയുന്നു. ഹെയ്സുവിനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ വാങ്സോ മുട്ടിൽ നിന്ന് പറഞ്ഞ പണികളെല്ലാം എത്രയും വേഗം പൂർത്തിയാക്കാമെന്ന് പറയുന്നു. ഇപ്പോഴുള്ള ഈ ഒരു ഡിസ്കഷനൊക്കെ നിർത്തിയിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പിന്നീട് സംസാരിക്കാമെന്ന് വൂക്കും പറയുകയാണ്. പണ്ട് വാങ്സോ ഹെയ്സുവിനായി എഴുതി കൊടുത്ത പോയത്തിലെ വരികളെല്ലാം ഹെയ്സു വീണ്ടും വീണ്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതേ കാര്യം തന്നെ ഹെയ്സു ചെയ്യുകയാണ്. ചൈ ഹെയ്സുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, എനിക്ക് വായിക്കാനൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ എഴുതുന്നതെല്ലാം ഒരേ കാര്യം തന്നെയാണെന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ഹെയ്സുവിന് ഉറക്കം വരുന്നില്ലെങ്കിൽ കുറച്ചു നേരം നടന്നിട്ടൊക്കെ വരാൻ ചൈ പറയുകയാണ്. അങ്ങനെ ഹെയ്സു നടക്കാൻ പോകുമ്പോഴാണ് 2 വർഷമായി താൻ വാങ്സോന് വേണ്ടി കാത്തിരുന്ന ഒരു സ്ഥലത്ത് വാങ്സോ നിൽക്കുന്നത് കാണുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് ഹെയ്സ് ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല വന്നതെന്ന് വാങ്സോയും പറയുന്നു. വാങ്സോ പോകാൻ തുടങ്ങുമ്പോൾ ഹെയ്സ് വാങ്സോനെ ഹഗ് ചെയ്യുകയാണ്. കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു എന്ന് വാങ്സോ പറയുമ്പോൾ, ഞാൻ ഒന്നും തന്നെ മറന്നിട്ടില്ല എന്ന് ഹെയ്സുവും പറയുന്നു. നിങ്ങൾ ഇപ്പോഴും എന്നെ വെറുക്കുന്നുണ്ടോ എന്ന് ഹെയ്സ് ചോദിച്ചതിന് ശേഷം വാങ്സോ ഹെയ്സുവിൻ്റെ കൈയെല്ലാം വിടിപ്പിച്ച് പോവുകയാണ്. വാങ്സോനെ ഏൽപ്പിച്ച കാര്യം വാങ്സോ ശരിക്കും ചെയ്യുന്നില്ല എന്നൊക്കെ വുഹിക്ക് ഇങ്ങനോട് പറയുകയാണ്. യോയുടെ അങ്കിളിന് അസുഖമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലൊന്നും വരുന്നില്ല എന്നും വുഹി പറയുകയാണ്. വാങ്സോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവനും കിരീടത്തിൻ്റെ പിറകെ ആണോ എന്ന് കിങ് ചോദിക്കുമ്പോൾ വുഹി പറയുകയാണ്, എൻ്റെ ആളുകൾ പട്ടിണിയും ദാരിദ്ര്യവും മൂലം മരിക്കുകയാണ്. മാത്രമല്ല ആർക്കെങ്കിലുമൊക്കെ ടാക്സ് കൊടുക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ അവരെ എല്ലാവരെയും അടിമകളാക്കി ജോലി ചെയ്യിക്കുകയാണ് കിങ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ കണ്ണും കാതുമായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകുന്നില്ല എന്നും വുഹി പറയുകയാണ്. എങ്ങനെയാണോ വാങ്സോനെ ഹെയ്സുവിൻ്റെ പേര് പറഞ്ഞ് കൂടെ നിർത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ ബേക്കായുടെ പേര് പറഞ്ഞ് വുഹിനെയും കൂടെ നിർത്താൻ നോക്കുകയാണ്. നീ എൻ്റെ ഒരു അടിമയാണെന്നുള്ള കാര്യം ബേക്ക അറിയിക്കുകയാണെങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് നിനക്കറിയാമോ എന്നൊക്കെ യോ ചോദിക്കുന്നു. ഹെയ്സുവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഓർത്ത് കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു വാങ്സോ. അതിനുശേഷം വാങ്സോ തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ തന്നെ ഹെയ്സ് നിൽക്കുന്നത് വാങ്സോ കാണുന്നു. അവർ രണ്ടുപേരും അങ്ങനെ കണ്ടുമുട്ടുന്നത് കിങ് കാണുകയാണ്. വാങ്സോനെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് വുൺ യോയോട് പറയുകയാണ്. അവരുടെ 2 പേരുടെയും ഉള്ളിൽ ഇപ്പോൾ ഒരു ഫീലിങ്സ് പോലുമില്ല. മാത്രമല്ല കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് അവർ പരസ്പരം ഒരു ലെറ്റർ പോലും അയച്ചിട്ടില്ല. എനിക്കിപ്പോഴും അവരുടെ പ്രണയത്തിലുള്ള വിശ്വാസം പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഹെയ്സുവിന് നേരെ അമ്പെയ്യാൻ നോക്കുകയായിരുന്നു യോ. അങ്ങനെ യോ അമ്പെയ്യാൻ തുടങ്ങുന്നത് വാങ്സോ കാണുകയും വാങ്സോ ഹെയ്സുവിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിനിടയിൽ വാങ്സോയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം യോ ഇറങ്ങി വന്നിട്ട്, നീ ഇപ്പോഴും ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറയുന്നു.
ഒരു കിങ് കോർട്ട് ലേഡീനെ കൊല്ലുക എന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. ആ ഒരു അപമാനഭാരമൊന്നും നിങ്ങളുടെ തലയിൽ വരാതിരിക്കാനാണ് ഞാൻ ഹേസുവിനെ രക്ഷിച്ചതെന്നാണ് വാങ്സോയ്ക്ക് പറയാനുണ്ടായിരുന്നത്. തിരിച്ച് പാലസിലെത്തി ആ ഒരു അമ്പൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഹേസു. ബെയ്ക്കായോട് ഒരു കാര്യം അന്വേഷിക്കാനുള്ളത് കൊണ്ട് തന്നെ മോഹീനെയും ഹേസു വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേക്ക തന്നെയാണ് ഹേസുവിനെ അറിയിക്കുന്നത്. വാങ്സോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവ് അത് വളരെയധികം ആഴമേറിയതായതുകൊണ്ട് തന്നെ വാങ്സോയ്ക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല. മാത്രമല്ല ഇപ്പോൾ വാങ്സോ ചികിത്സയിലുമാണ്. അങ്ങനെ വാങ്സോയുടെ അടുത്തെത്തി വാങ്സോയുടെ കയ്യിലുള്ള മുറിവെല്ലാം ഹേസു കാണുകയാണ്. ഹേസു വാങ്സോന് മരുന്നൊക്കെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അബോധാവസ്ഥയിലായിരുന്ന വാങ്സോ കണ്ണു തുറക്കുന്നു. വാങ്സോയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളെല്ലാം ഉള്ളതും ഹേസു ശ്രദ്ധിക്കുകയാണ്. പിന്നീട് വാങ്സോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആ റൂമിൽ ഹേസു ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നു. വാങ്സോ ഹേസുവിൻ്റെ അടുത്തിരുന്ന് ഹേസുവിനെ തൊടാൻ തുടങ്ങുമ്പോൾ ഹേസു എണീക്കുകയാണ്. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വാങ്സോ ചോദിക്കുകയാണ്. ഇവിടെ വരാൻ ബേക്കായാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് ഹേസു പറയുന്നു. മാത്രമല്ല ഹേസു പറയുകയാണ്, ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിയതെന്ന്. നീ എന്നെ മറന്നു എന്നൊക്കെ നുണ പറഞ്ഞതായിരുന്നില്ലേ? നിനക്കെന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ എന്നാണ് ഹേസു ചോദിച്ചത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എല്ലാ ദിവസവും നിനക്ക് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. നമ്മുടെ കഴിഞ്ഞ ഒരു കാലത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അന്നും ഇന്നും എനിക്ക് നിന്നെ ഒരുപോലെ വിശ്വാസമാണെന്ന് നിന്നോടൊന്നും കൂടി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ ഇപ്പോഴും എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്നും ഹേസു ചോദിക്കുകയാണ്. വാങ്സോ അതിനൊരു മറുപടി പറയുന്നതിന് പകരം ഹേസുവിനെ കിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹേസുവിൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തിട്ട് ഒരിക്കൽ കൂടി വാങ്സോ ഹേസുവിനെ കിസ് ചെയ്യുന്നു. പിന്നീട് ബെഡിൽ കിടന്നുറങ്ങുന്ന ഹേസുവിനെ നോക്കിക്കൊണ്ട് വാങ്സോ കിടക്കുകയാണ്. ഹേസുവിനെ നോക്കി പുഞ്ചിരിച്ച് ഹേസുവിൻ്റെ കവിളിൽ തൊട്ടു കഴിയുമ്പോൾ ഹേസുവും എണീക്കുന്നു. അന്ന് രാത്രി അവരുടെ ഭിത്തിയിൽ ഓരോ മൃഗങ്ങളെയൊക്കെ നിഴലുകൊണ്ടുണ്ടാക്കുകയും സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ഹേസു തന്നെ വാങ്സോയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അന്ന് രാത്രി അവരൊന്നിച്ചിരുന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അവരിയ്ക്കുമ്പോഴായിരുന്നു ചോയ്ജി അവർക്കിടയിലേക്ക് എത്തുന്നത്. കിങ്ങിന് ഇപ്പോൾ അസുഖം വളരെയധികം കൂടിയിരിക്കുകയാണെന്ന് ചോയ്ജി അവരോട് പറയുന്നു. അതിനുശേഷം യോനെ കാണിക്കുകയാണ്. യോ എയ്ത അമ്പുമായിട്ട് നിൽക്കുന്ന ഉണ്ണിനെയൊക്കെ യോ കാണുകയാണ്. മാത്രമല്ല യോ വക്മുന്റെ പ്രേതത്തെ കണ്ടും ഒരുപാട് ബഹളമൊക്കെ വയ്ക്കുന്നു. അവർക്ക് രണ്ടാൾക്കും ശേഷം കിങ് ടൈജോനെയും കൂടിയാണ് യോ കാണുന്നത്. അങ്ങനെ കിങ് ടൈജോ യോയുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ യോ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുക. നിലത്ത് ബോധം കെട്ട് കിടക്കുന്ന യോനെ ബൂക്ക് കണ്ടെത്തുകയാണ്. പാർക്ചന്ദ്രനിൽ ഇപ്പോൾ സൈന്യവുമായി വാങ്സോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് തന്നെയാണ് കിരീടം സ്വന്തമാക്കാൻ പറ്റിയ അവസരമെന്നൊക്കെ ചോയ്ജിയും വാങ്സോയോട് പറയുന്നു. നിനക്ക് രാജാവാകാനുള്ള ആഗ്രഹമുണ്ടോ എന്ന് ഹേസു വാങ്സോയോട് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് വാങ്സോയും പറയുന്നു. വാങ്സോയെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് കിങ് ഹേസുവിനെ യൂസ് ചെയ്തതുകൊണ്ടാണ് ഹേസുവിനെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിലെല്ലാം വാങ്സോ പെരുമാറിയിട്ടെന്ന് ഹേസു മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളോട് കിരീടം വേണ്ടെന്ന് വെക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് ഹേസു ചോദിക്കുമ്പോൾ വാങ്സോ പുഞ്ചിരിച്ചുകൊണ്ട് ഹേസുവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമെന്ന്. നീ കൂടെയുള്ളപ്പോൾ എനിക്കൊരു കിരീടത്തിനെയും ആവശ്യമില്ല എന്ന് പണ്ട് വാങ്സോ ഹേസുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹേസുവിനോട് അങ്ങനെയൊന്നും പറയാത്ത ഒരു കാര്യം ഹേസു നോട്ട് ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും പരസ്പരം നുണകൾ പറയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണെന്ന് വാങ്സോ പറയുന്നു. ഈ ലോകത്തെ നമുക്കൊരിക്കലും മാറ്റുവാൻ സാധിക്കുകയില്ല. പക്ഷേ രാജാവ് മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലോകവും മാറും. ഇവിടെ ഭരിച്ചിരുന്ന എല്ലാവരും എന്നെ ഒരു തുടലിലാക്കി ഭരിക്കാനാണ് നോക്കിയത്. പക്ഷേ ഞാനൊരിക്കലും അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയുള്ളവരെല്ലാവരും ഓരോ ബന്ധനത്തിലാണ് ഉള്ളത്. ഞാൻ അവരെ എല്ലാവരെയും മോചിപ്പിക്കും. എല്ലാ പ്രശ്നങ്ങളും ഞാൻ രാജാവാകുന്നതോടുകൂടി തീരുമെന്നും വാങ്സോ പറയുന്നു. വാങ്സോയ്ക്ക് രാജാവാകണമെന്നുള്ളൊരാഗ്രഹം പറഞ്ഞതിന് ശേഷം വാങ്സോ ഹേസുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാനൊരു രാജാവാകാതിരിക്കാൻ നീ ആഗ്രഹിക്കുന്നതെന്ന്. ഇനിയും നിന്റെ അടുത്തുനിന്ന് പിരിഞ്ഞിരിക്കേണ്ടി വരുമോ എന്ന സംശയം എനിക്കുണ്ട് എന്നായിരുന്നു ഹേസു പറഞ്ഞത്. ഹേസു വാങ്സോയോട് പറയുകയാണ്, നീ ഉറപ്പായിട്ടും കിങ് ആകും. എനിക്ക് ആ കാര്യം അറിയാം. പക്ഷേ ഒരിക്കലും നീ നിന്റെ ബ്രദേഴ്സിനെ കൊല്ലില്ല എന്ന് എനിക്ക് വാക്ക് തരണമെന്നും ഹേസു പറയുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ ഹേസുവിന് വാക്ക് നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ 1 വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. വാങ്സോയും സൈന്യവും കൊട്ടാരം ആക്രമിക്കാനായി എത്തിയിരിക്കുകയാണ്. ഹേസു യോയ്ക്ക് ടീ കൊടുത്തു കഴിയുമ്പോൾ അത് കുടിക്കാതെ അതിൽ വിഷമുണ്ടെന്നൊക്കെ യോ പറയുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ എല്ലാം നടക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ, അത് ഹേസു ആണെന്നും കിങ് പറയുകയാണ്. ഞാനിപ്പോൾ വക്മുവിൻ്റെയും ഉണ്ണിൻ്റെയും പാക്സോണിൻ്റെയും ടൈജോയുടെയും ഒക്കെ പ്രേതത്തെ കാണുന്നതും നീ കാരണം തന്നെയാണെന്ന് യോ പറയുകയാണ്. വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാട് മായ്ക്കാൻ
നീ ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ ഇവരെ എല്ലാവരെയും കൊന്നത്. കാരണം ആ ഒരു പാട് മായ്ച്ചതുകൊണ്ടായിരുന്നു വാങ്സോയ്ക്ക് റെയിൻ റിച്വൽ എല്ലാം നടത്തുവാൻ സാധിച്ചത്. അഥവാ അവനത് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാനായിരിക്കും അത് നടത്തുക. മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാനും സാധിച്ചേനെ. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ക്വീൻ കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ക്വീൻ പറയുന്നു, വാങ്സോ ഇപ്പോൾ സൈന്യവുമായി ഇവിടം ആക്രമിക്കാൻ എത്തിയിരിക്കുകയാണ്. നമുക്കൊരിക്കലും ഈ ഒരു കിരീടം നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീ എത്രയും വേഗം നീ ഈ കിരീടം ജെങ്ങിന് കൈമാറുകയാണെന്നും പറഞ്ഞ് എഴുതി തരണമെന്ന്. അപ്പോൾ യോ ചോദിക്കുകയാണ്, എൻ്റെ കാര്യം എന്താകുമെന്ന്? ഞാനും നിങ്ങളുടെ മകൻ തന്നെയല്ലേ? അതോ കിരീടത്തിന് അവകാശിയായി ഇരിക്കാൻ വേണ്ടിയുള്ള വെറുമൊരു വസ്തു മാത്രമാണോ ഞാൻ? യോ പറയുകയാണ്, നിങ്ങൾക്ക് ഈ കിരീടം നഷ്ടമാകരുതെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. മറിച്ച് നിങ്ങളുടെ മകന് എന്ത് സംഭവിക്കുമെന്നതിൽ നിങ്ങൾക്കൊരാശങ്കയുമില്ല. വാങ്സോ തന്നെയായിരുന്നു ശരി, നിങ്ങൾ തെറ്റും. എനിക്കിപ്പോഴാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതെന്നും യോ പറയുന്നു. കൊട്ടാരത്തിന് വെളിയിലുള്ള സൈനികരെയൊക്കെ വിളിച്ചിട്ട് ക്വീനെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ യോ ആജ്ഞാപിക്കുകയാണ്. ഹെയ്സുവും പോകാനായി നോക്കുമ്പോൾ കിങ് ഹെയ്സുവിനെ തടയുകയാണ്. യഥാർത്ഥത്തിൽ ഇനി എന്തായിരിക്കാം സംഭവിക്കുക എന്നൊക്കെ ഓർത്ത് ആകെ ആശങ്കയിൽ നിൽക്കുകയാണ് സെക്കൻഡ് ക്വീൻ. ക്വീൻ യോൻഹയോട് പറയുകയാണ്, നിന്നെ ഞാൻ പഠിപ്പിക്കാത്തതായിട്ട് ഒരു കാര്യമുണ്ട്. പാലസിൻ്റെ അധിപനാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. ഈ ഒരു ലോകം സ്വന്തമാക്കണമെങ്കിൽ പ്രണയം നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അഥവാ പ്രണയത്തെ മതിയെങ്കിൽ ലോകവും നഷ്ടപ്പെടും. അത് കേൾക്കുമ്പോൾ യോൻഹ പറയുന്നത്, എനിക്കാവശ്യം ഈ ഒരു ലോകമാണെന്നാണ്. അപ്പോൾ ക്വീൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വൂക്കിനെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ നിൽക്കുമെന്ന്. അതായത് ഇവർ ഇത്രയും കാലം വൂക്കിനെ രാജാവാക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മുതൽ വൂക്കിനെ രാജാവാക്കുന്നതിന് പകരം യോൻഹേനെ ക്വീൻ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു വലിയ സൈന്യവുമായിട്ട് വാങ്സോയുടെ കൂടെ ബെയ്ക്കായും ജനറൽ പാർക്കും എത്തുകയാണ്. അപ്പോൾ പാലസിനകത്തു നിന്നും യോൻഹ ഇറങ്ങി വരികയാണ്. ഈ പാലസിന് വെളിയിൽ രക്തമൊന്നും വീഴിക്കാതെ നിങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ എത്തിയതെന്ന് യോൻഹ വാങ്സോയോട് പറയുന്നു. നീ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് വാങ്സോയും പറയുന്നു. യോ ഹെയ്സുവിനോട് പറയുകയാണ്, ഞാൻ എന്ത് തെറ്റാണ് അതിന് ചെയ്തത്? ക്വീൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ വാങ്സോനെ ഇവിടെ നിന്നും പുറത്താക്കിയതുപോലെ എന്നെയും പുറത്താക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? എല്ലാത്തിനും കാരണം നീ മാത്രമാണെന്ന് ഹെയ്സുവിനോട് ഒരിക്കൽ കൂടി യോ പറയുന്നു. മാത്രമല്ല ഹെയ്സുവിനെ നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അതിനുശേഷം ക്വീൻ പറഞ്ഞതുപോലെ തന്നെ കിരീടം കൈമാറാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എഴുതുകയാണ് യോ. അങ്ങനെ എഴുതിയതിന് ശേഷം ഞാൻ ആർക്കാണ് കിരീടം നൽകേണ്ടത്, വാങ്സോയ്ക്കാണോ ചെങ്ങിനാണോ എന്ന് ഹെയ്സുവിനോട് ചോദിക്കുന്നു. ഹെയ്സു അതിനൊരു മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ വാങ്സോയും കൂട്ടരും തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയോ അതിലൊരാളുടെ പേര് എഴുതുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം യോ എഴുതിയ ഒരു പേപ്പർ ഹെയ്സുവിൻ്റെ നേർക്ക് യോ നീട്ടുകയാണ്. പക്ഷെ ഹെയ്സു അത് മേടിക്കാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ അത് കൈ പിടിച്ച് യോ കുഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അങ്ങനെ വീണ് കിടക്കുന്ന യോയുടെ ഒരു വോയിസും കൂടി കേൾപ്പിക്കുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അതിജീവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ശ്രമിച്ചത്. മരിച്ചു കിടക്കുന്ന യോയുടെ കണ്ണുകൾ ഹെയ്സുവിനെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് ഹെയ്സോ ഒരുപാട് പേടിക്കുന്നു. വാങ്സോ ആ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ മരിച്ചു കിടക്കുന്ന കിങ്ങിനെയും അടുത്തിരിക്കുന്ന ഹെയ്സുവിനെയും കാണുകയാണ്. കിങ്ങിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പർ എടുത്തിട്ട് വാങ്സോ അത് വായിച്ചു നോക്കുന്നു. വായിച്ചതിന് ശേഷം ഹെയ്സുവിനോട് ഇത് നീ വായിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഞാനത് വായിച്ചില്ല എന്ന് ഹെയ്സു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വാങ്സോ ആ ഒരു പേപ്പർ കീറിക്കളയുകയാണ്. ക്വീൻ കയറി വന്ന് മരിച്ചു കിടക്കുന്ന തൻ്റെ മകനെ കാണുകയാണ്. കിങ് ടൈജോ മരിച്ചപ്പോൾ ബുക്ക് പറഞ്ഞതുപോലെ, വാഗ്മു മരിച്ചപ്പോൾ വാങ്സോ പറഞ്ഞതുപോലെ, ഇപ്പോൾ യോ മരിച്ചപ്പോൾ ഹെയ്സു പറയുകയാണ് ഗോറിയോയുടെ പുതിയ കിങ്ങിന് അഭിനന്ദനങ്ങളെന്ന്. കിങ് മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കിരീടം എനിക്ക് നൽകുകയാണെന്നാണ് പറഞ്ഞതെന്ന് വാങ്സോ പറയുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വാങ്സോനെ കിങ്ങായി അംഗീകരിക്കുന്നു. അങ്ങനെ ഗോറിയോയുടെ 4ാമത്തെ രാജാവായി വാങ്സോ മാറുകയാണ് കിങ് ഗ്വാങ്ജോങ്. കിങ് ഗ്വാങ്ജോങ്ങിനെ ഇപ്പോഴും ചെങ്ങിന് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കോട്ട്ലേഡിയുടെ ഡ്രസ്സിന് പകരം മറ്റൊരു ഡ്രസ്സായിരുന്നു ഇപ്പോൾ മുതൽ ഹെയ്സു ഇടുന്നത്. കിങ് ഗ്വാങ്ജോങ്ങിനെ കാണുമ്പോൾ ഹെയ്സു ഓർക്കുകയാണ്, ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പോലെ എല്ലാ സഹോദരന്മാരെയും കൊല്ലുന്ന ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവായിട്ട് ഒരിക്കലും വാങ്സോ മാറുകയില്ല. ഞാനതിന് അനുവദിക്കില്ല. വാങ്സോ ഹെയ്സുവിനെ നോക്കി പുഞ്ചിരിച്ചു കഴിയുമ്പോൾ ഹെയ്സു തിരിച്ചും വാങ്സോനെ നോക്കി പുഞ്ചിരിക്കുന്നു. ബുക്ക് വളരെയധികം ആലോചനയിലാണ്. ബോക്കിനോട് ക്വീൻ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ നീ ഈ റോയൽ ഫാമിലിയിൽ നിന്നും കുറച്ചൊക്കെ അകലം പാലിച്ചു വേണം നിൽക്കാനെന്ന്. അവരുടെ ഫാമിലിക്ക് ഇപ്പോൾ ആവശ്യം ഒരു കിങ്ങിനെയല്ല, മറിച്ചൊരു ക്വീനെ ആണെന്നും ക്വീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
യോൻ ഹ വൂക്കിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് വാങ്സോ രാജാവാകുന്ന ചടങ്ങൊന്നും കാണാൻ നിങ്ങൾ വരാതിരുന്നതെന്ന്. ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് മറ്റൊരാൾ ഇരിക്കുന്നത് കാണാൻ മാത്രം വിശാലമായിട്ടുള്ള മനസ്സൊന്നും എനിക്കില്ല എന്ന് വൂക്ക് പറയുകയാണ്. ഞാൻ ഇത്രയും കാലം ഉണ്ടാക്കിയ എല്ലാ പ്ലാനുകളും ഇപ്പോൾ വെറുതെ ആയിരിക്കുകയാണ്. മാത്രമല്ല വാങ്സോ ഒരു ഹീറോ ആവുകയും ചെയ്തിരിക്കുകയാണ്. എന്നെ ക്വീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് യോൻഹ വൂക്കിനോട് പറയുകയാണ്. അതിന് പകരമായിട്ട് ഇതുവരെ വൂക്ക് അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഞാനൊരു പരിഹാരം കാണാമെന്നും യോൻഹ പറയുന്നു. പക്ഷേ വൂക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു മറുപടിയും പറയാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ക്യാപിറ്റലൊക്കെ മാറ്റണമെന്ന് യോ ആഗ്രഹിച്ചതായിരുന്നു. അതിനുവേണ്ടിയുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാമായിരുന്നു നേരത്തെ വാങ്സോനെ കൊണ്ട് ചെയ്യിച്ചത്. വാങ്സോ കിങ് ആയതിനു ശേഷം ആദ്യത്തെ ഉത്തരവിടുന്നത് അത് തന്നെ ആയിരുന്നു. കൺസ്ട്രക്ഷൻസ് എല്ലാം നിർത്തിവെക്കണം. മാത്രമല്ല ഇപ്പോഴുള്ള ക്യാപിറ്റൽ മാറ്റേണ്ടതായിട്ടുമില്ല. വാങ്സോയുടെ ബെഡിനടുത്ത് വാങ്സോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഹെയ്സോ. പക്ഷെ വാങ്സോയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ഹെയ്സോ ഉറങ്ങിപ്പോവുകയാണ്. വാങ്സോ എത്തി ഹെയ്സോനെ എണീപ്പിച്ചതിന് ശേഷം ഇത്രയും നേരം കാത്തിരുത്തിയതിന് ക്ഷമയെല്ലാം ചോദിക്കുന്നു. അന്ന് രാത്രി ബേക്കായും ഹെയ്സോയും വാങ്സോയും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വാങ്സോ ബേക്കായിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നു. അപ്പോഴേ ബേക്ക ഇരുന്നിടത്ത് നിന്നൊക്കെ എണീറ്റിട്ട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു. എപ്പോഴും എന്നെ രാജാവായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ടുള്ളപ്പോൾ എന്നെ ചേട്ടൻ എന്നൊക്കെ വിളിച്ചാൽ മതിയെന്ന് വാങ്സോയും പറയുന്നു. അതിനുശേഷം ഹെയ്സു ഫുഡൊക്കെ എടുത്തിട്ട് ബേക്കയുടെ പാത്രത്തിൽ വെച്ചു കൊടുക്കുന്നു. വീണ്ടും വാങ്സോ തനിക്ക് ഫുഡ് തന്നു എന്ന് വിചാരിച്ച് ബേക്ക എണീറ്റ് നന്ദിയെല്ലാം പറയുന്നു. അങ്ങനെ ബേക്ക നന്ദിയെല്ലാം പറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ വാങ്സോയും ഹെയ്സോയും ബേക്കാനെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. വാങ്സോ പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന്. പിന്നീട് വാങ്സോ കിടന്നുറങ്ങുകയായിരുന്നു. വാങ്സോയുടെ അടുത്ത് തന്നെ ഹെയ്സോയും ഉണ്ടായിരുന്നു. പക്ഷേ വാങ്സോ ഒരു ദുസ്വപ്നമെല്ലാം കണ്ട് ഹെയ്സു എന്ന് പറഞ്ഞ് ഞെട്ടി എണീക്കുകയാണ്. ഹെയ്സുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നീ പോയെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ വാങ്സോ പറയുന്നു. നീ ഉറങ്ങി എണീക്കുന്നിടം വരെ ഞാനിവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഹെയ്സുവും പറയുന്നു. നമുക്കൊന്നിച്ച് ഉറങ്ങാമെന്ന് പറഞ്ഞ് ഹെയ്സുവിനെ കൂടി വാങ്സോ ബെഡിൽ കിടത്തുന്നു. നമ്മളെക്കുറിച്ച് ഓരോ കഥകളെല്ലാം പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ കിങ്ങിന് തന്നെയാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സു പോകാനായി നോക്കുന്നു. എനിക്ക് മുമ്പ് ഈ റൂമിൽ കിടന്നവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഭയം തോന്നുന്നു എന്നൊക്കെ വാങ്സോ ഹെയ്സുവിനോട് പറയുന്നു. ഹെയ്സുവിൻ്റെ മടിയിൽ വാങ്സോ തലവെച്ച് കിടന്നതിന് ശേഷം വാങ്സോയ്ക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരാനും പറയുന്നു. അങ്ങനെ ഹെയ്സു വാങ്സോയ്ക്ക് വേണ്ടി ഒരു കഥയും പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ഹെയ്സു കണ്ണു തുറന്ന് നോക്കുമ്പോൾ വാങ്സോയുടെ റൂമിലായിരുന്നു ഹെയ്സു ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ ഒന്നും വാങ്സോ ഉണ്ടായിരുന്നുമില്ല. വൂഹി ഹെയ്സുവിനോട് പറയുകയാണ്, കിങ്ങിനിപ്പോൾ ഒരു ക്വീനെ ആവശ്യമായിട്ടുണ്ട്. എല്ലാവർക്കും നിന്റെ മേലൊരു കണ്ണൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണമെന്ന്. അടുത്തതായിട്ട് ഹെയ്സുവിനെ ക്വീൻ വിളിപ്പിക്കുകയാണ്. ക്വീൻ്റെ കൂടെ ചെങ്ങുമുണ്ടായിരുന്നു. യോ മരിക്കുന്നതിന് മുമ്പ് അതിലെന്തായിരുന്നു യഥാർത്ഥത്തിൽ എഴുതിയിരുന്നതെന്ന് ക്വീൻ ചോദിക്കുകയാണ്. വാങ്സോനെ രാജാവാക്കണമെന്ന് തന്നെയായിരുന്നു അതിൽ എഴുതിയിരുന്നതെന്നൊക്കെ ക്വീൻ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ അതെ എന്ന് ഹെയ്സുവും പറയുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് നുണകൾ മാത്രമാണ് പറയുന്നത്. സത്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയാൻ ക്വീൻ പറയുമ്പോഴാണ് വാങ്സോ എത്തുന്നത്. വാങ്സോ എത്തി ക്വീൻ്റെ അടുത്തു നിന്നും ഹെയ്സുവിനെ മാറ്റുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അല്ലാതെ ഹെയ്സുവിനോട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് വാങ്സോ പറയുകയാണ്. യോ എഴുതിയ പേപ്പർ എന്തിനാണ് നീ കീറിക്കളഞ്ഞതെന്ന് ക്വീൻ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വാങ്സോയും പറയുന്നു. യോ എനിക്ക് തന്നെയാണ് കിരീടം കൈമാറിയതെന്ന് വാങ്സോ പറയുമ്പോൾ ചെങ് ചോദിക്കുകയാണ്, യോയ്ക്കൊരു മകനുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അവന് കിരീടം കൊടുക്കാതെ നിനക്കായിട്ട് തന്നതെന്ന്. അതറിയാൻ നിനക്ക് അത്രയ്ക്ക് ആകാംക്ഷയാണെങ്കിൽ മരിച്ച യോയോട് പോയി ചോദിക്കാനും വാങ്സോ പറയുകയാണ്. എനിക്ക് കിരീടം കൈമാറാതെ ഞാൻ സ്വയം എടുക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുമായിരുന്നു എന്നും വാങ്സോ പറയുകയാണ്. എന്തായാലും നിങ്ങളുടെ സ്വന്തം മകൻ തന്നെയല്ലേ രാജാവായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വീൻ മദർ എന്ന് പറയുന്ന ഒരു സ്ഥാനം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും വാങ്സോ പറയുകയാണ്. പക്ഷേ അതൊന്നും ക്വീൻ അംഗീകരിക്കുന്നില്ല. എൻ്റെ യഥാർത്ഥത്തിലുള്ള മകനിൽ നിന്നും കിരീടം തട്ടിയെടുത്ത ഒരു മോഷ്ടാവ് മാത്രമാണ് നീ എന്നായിരുന്നു ക്വീൻ പറഞ്ഞത്. ഹെയ്സുവിനോട് വാങ്സോ പറയുകയാണ്, ആരെങ്കിലുമൊക്കെ നിന്നെ വിളിച്ചാൽ അപ്പോഴേ അവരുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഹെയ്സു എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുമ്പ് തന്നെ വാങ്സോ പോവുകയും ചെയ്യുന്നു. ജോയ്ജി വാങ്സോയോട് പറയുകയാണ്, ഇപ്പോൾ പരക്കെ ഒരു സംസാരമുണ്ട്. അതായത് യോ മരിക്കുന്നതിന് മുമ്പ് യോ വാങ്സോയ്ക്ക് കിരീടം കൊടുത്തിട്ടില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ യോയുടെ മകനെ രാജാവാക്കാനാണ് എല്ലാവരും പറയുന്നതെന്നും ജോയ്ജി പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഗ്വാങ്ജോങ് പറയുകയാണ്,
ഞാൻ പറയുന്നത് അംഗീകരിക്കാത്ത എല്ലാവരെയും തന്നെ പ്രിസണിലാക്കണം. മാത്രമല്ല യോയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊല്ലണം. എനിക്കെതിരായി ഒരു ആത്മാവ് പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നും ഗ്വാങ്ജോങ് പറയുന്നു. യോയ്ക്ക് വാങ്സോനെ രാജാവാക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് യോയുടെ മകനെയാണ് രാജാവാക്കാൻ യോ തീരുമാനിച്ചതെന്നൊക്കെയുള്ള റൂമേഴ്സ് പരത്തിയത് മിനിസ്റ്റർ പാക്ക് ആയിരുന്നു. മിനിസ്റ്റർ പാക്കിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മിനിസ്റ്റർ പാക്ക് ഇപ്പോൾ വൂഹിയും യോയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യാവസ്ഥ എല്ലാവരോടുമായിട്ട് തുറന്നു പറയാൻ പോവുകയാണ്. പക്ഷേ മിനിസ്റ്റർ പാക്ക് അതിന് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ വൂഹി അയാളെ കൊല്ലുകയാണ്. പണ്ട് വൂഹിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ബേയ്ക്ക് തിരിച്ചു കൊടുത്ത ആ ഒരു ഓർണമെന്റ് വൂഹിയുടെ കയ്യിൽ നിന്നും താഴെ പോവുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. വൂഹി അതേ ഓർണമെന്റ് ഒക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ബേയ്ക്ക വൂഹിയുടെ അടുത്ത് ചെല്ലുമ്പോൾ വൂഹി ഞെട്ടി കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഓർണമെന്റ് താഴേക്ക് പോകുന്നു. ബേയ്ക്ക അത് എടുത്ത് സംസാരിച്ചു കഴിയുമ്പോൾ വൂഹി അത് ബേയ്ക്കയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുന്നു. ബേയ്ക്ക പറയുകയാണ്, നിന്നെ ഒരു ഫാമിലി ദത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വിവാഹമെല്ലാം നടത്താൻ സാധിക്കും. ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിട്ട് നടക്കുകയാണ്. വൂഹി എത്തിയത് ബേക്ചയിൽ നിന്നുമാണെന്നുള്ള കാര്യം ബേയ്ക്കയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഗ്യോങ് എന്ന് പറയുന്ന ഒരു കിങ്ങും ബേയ്ക്കയുടെ ഫാമിലിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വൂഹി വന്ന സ്ഥലമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനൊരു ദത്തെടുക്കുന്ന കാര്യമെല്ലാം ബേയ്ക്ക തീരുമാനിച്ചതും. പക്ഷെ അപ്പോഴാണ് മിനിസ്റ്റർ പാക്കിന്റെ ഒരു വോയിസും കൂടി നമ്മളെ കേൾപ്പിക്കുന്നത്. ഗ്യോങ് കിങ്ങിന്റെ പേരക്കുട്ടിയാണ് വൂഹി. അതുകൊണ്ട് തന്നെ ബേയ്ക്ക വൂഹിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബേയ്ക്ക പോലും അപകടത്തിലാകുന്നതാണ്. കിങ് ടൈജോ ആണ് വൂഹിയുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൊന്നത്. ബേയ്ക്കയുടെ ഗ്രാൻഡ് മദറിന്റെ ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ കൊന്നത് ബേക്ചയിലെ കിങ്ങുമായിരുന്നു. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ബേയ്ക്കയുടെ അച്ഛൻ വൂഹിയുടെ ഫാമിലിനെയും ബേയ്ക്കയുടെ മുത്തശ്ശിയുടെ ഫാമിലിനെ വൂഹിയുടെ മുത്തശ്ശനുമാണ് കൊന്നത്. ഇതുവരെ നമ്മുടെ ഫാമിലിയിലൊക്കെ സംഭവിച്ച ഒരു കാര്യങ്ങളും നമ്മുടെ തെറ്റല്ല. കാരണം നമ്മൾ അതിലൊന്നും പങ്കാളികളായിട്ടുമുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി നമ്മൾ ഒന്നിച്ച് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് ബേയ്ക്ക പറയുന്നു. ഇപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെല്ലാം ഉപേക്ഷിച്ച് റിട്ടയർഡായി തിരിച്ച് നാട്ടിലേക്ക് പോകാനാണ് ജനറൽ പാർക്ക് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ വാങ്സോയ്ക്ക് എപ്പോഴും ജനറൽ പാർക്കിൻ്റെ കൂടെ നിൽക്കുന്നതായിരുന്നു ഇഷ്ടം. പക്ഷെ ജനറൽ പാർക്ക് പറയുകയാണ്, ഞാൻ ഈ പലസിൽ നിൽക്കുമ്പോഴൊക്കെ മരിച്ചുപോയ എൻ്റെ മകളെയും അവളുടെ ഹസ്ബൻഡിനെയുമാണ് ഓർക്കുന്നത്. വാങ്സോനെ കിങ് ആക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും നാൾ നിന്നത്. ഇപ്പോൾ വാങ്സോ കിങ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് പോകാനുള്ള സമയമായി. എന്തായാലും ഞാനില്ലെങ്കിൽ പോലും ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു നല്ല കിങ്ങായി മാറട്ടെ എന്ന് പാർക്ക് ജനറൽ പറയുകയാണ്. ഇപ്പോൾ ജനറൽ പാർക്കും എന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് ഹെയ്സൂനോട് വാങ്സോ പറയുകയാണ്. ഞാൻ യോയുടെ കയ്യിൽ നിന്നും കിരീടം തട്ടിയെടുത്തതാണെന്നുള്ള ഒരു തോന്നൽ നിനക്കുമുണ്ടോ എന്ന് വാങ്സോ ചോദിക്കുകയാണ്. യോ ആരുടെ പേരായിരുന്നു അതിൽ എഴുതിയിരുന്നതെന്ന് നീ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ലല്ലോ എന്നും വാങ്സോ പറയുന്നു. നിങ്ങൾ കിരീടം തട്ടിയെടുത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് ഹെയ്സ് പറയുമ്പോൾ വാങ്സോ പറയുകയാണ്, യോ എഴുതിയ ആ ഒരു ലെറ്ററിൽ ആരുടെയും പേര് ഉണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ യോ ആരുടെയും പേരെഴുതാതെ അവിടെ ബ്ലാങ്കായി ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു കിരീടത്തിനായിട്ട് ഇനിയും ആളുകൾ തമ്മിൽ യുദ്ധം ചെയ്താലോ എന്ന ഒരു തോന്നൽ കൊണ്ടാണ് ഞാനതെല്ലാം കീറിക്കളഞ്ഞതെന്നും വാങ്സോ പറയുന്നു. ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ച് ജനറൽ പാർക്കും പോയിരിക്കുകയാണ്. ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ബേയ്ക്ക എന്നെ വെറും ഒരു കിങ്ങായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ജങ് എന്നെ ഒരു കൊലയാളിയായിട്ടും കാണുന്നു. എൻ്റെ സ്വന്തം അമ്മ പോലും എന്നെ ഒരു മോഷ്ടാവായിട്ടാണ് കാണുന്നത്. നീ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. ഈ ഒരു കിരീടം നമുക്കൊരിക്കലും സന്തോഷം നേടിത്തരികയില്ല. മറിച്ച് ഭയവും ഏകാന്തതയും മാത്രമാണ് തരുന്നത്. അങ്ങനെ വാങ്സോ കരയുമ്പോൾ ഹെയ്സു വാങ്സോയുടെ അടുത്ത് വന്നിരുന്ന് പറയുകയാണ്, പക്ഷെ ഇപ്പോഴും നിൻ്റെ കൂടെ ഞാനുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവുകയുമില്ല. പിറ്റേന്ന് രാവിലെ ഹെയ്സൂനോട് പറയുകയാണ്, പുതിയ കിങ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് കോട്ട് ലേഡീസിനെയൊക്കെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡമീകോണിൽ നിന്ന് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഞാനിവിടെ ഹെയ്സൂൻ്റെ ഒക്കെ കൂടെ നിന്നോളാം എന്ന് പറയുന്നു. എങ്ങനെയും കിങ്ങിനോട് പറഞ്ഞ് ഇതൊന്ന് സമ്മതിപ്പിക്കാനും പറയുകയാണ്. അടുത്ത സീനിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ശരിക്കും ബുണ്ണിൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന്. ചൈനയെ ടമീകോണിൽ തന്നെ നിർത്തുന്നതിന് പിന്നിലെ ഉദ്ദേശം ഇപ്പോൾ ചെയ്തു വരുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ബുണ്ണിനെ അറിയിക്കാനായിട്ടായിരുന്നു. എനിക്കിവിടെ ഒരു സ്പൈ ആയിട്ട് തുടരാൻ താല്പര്യമില്ല. മറിച്ച് ഇവിടെ നിന്നും പോകാനാണ് എനിക്ക് താല്പര്യമെന്ന് പറയുകയാണ്. പക്ഷെ ചൈയോട് ബുൺ പറയുകയാണ്, നീ കുറച്ച് ദിവസം കൂടി ഇവിടെ പിടിച്ചു നിൽക്കണം. അതിനുശേഷം ഞാൻ എന്തായാലും നിന്നെ എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവരോടുമായിട്ട് പറയുന്നതാണെന്ന്. ഇവരെ രണ്ടുപേരെയും വാച്ച് ചെയ്തുകൊണ്ട് ആരോ ഒരാൾ കൂടി നിൽപ്പുണ്ടായിരുന്നു.
ജെങ്ങിൻ്റെ അമ്മയുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ വാങ്സോയുടെ അടുത്തേക്ക് എത്തുകയാണ്. മരിച്ചുപോയ കിങ് ആരുടെ പേരിലായിരുന്നു യഥാർത്ഥത്തിൽ കിരീടം എഴുതിയിരുന്നതെന്നുള്ള സത്യം ഞങ്ങൾക്കറിയണമെന്നതായിരുന്നു ജെങ്ങിന് പറയാനുണ്ടായിരുന്നത്. പക്ഷെ വാങ്സോ അവർ പറയുന്നതൊന്നും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവർ പോയി കഴിയുമ്പോൾ ചോദിച്ച് പറയുകയാണ്, ഏറ്റവും ശക്തരായ ഫാമിലീസാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ നമുക്കെതിരെ വരികയാണെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് രണ്ട് വഴികളാണ്. ഒന്നെങ്കിൽ മരിച്ചുപോയ കിങ് യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയായിരുന്നു കിരീടം എഴുതിയിട്ടുണ്ടായിരുന്നതെന്ന് അവരെ എല്ലാവരെയും കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ശക്തരായിട്ടുള്ള ഫാമിലീസിനെ നമ്മുടെ കൂടെ നിർത്തുക. പക്ഷേ അപ്പോൾ വാങ്സോ പറയുകയാണ്, ഇത്രയൊക്കെ ആയിട്ട് പോലും സ്വന്തം മകനാണ് കിരീടത്തിന് അവകാശിയായി ഇരിക്കുന്നതെന്ന് എൻ്റെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്ന്. ഹെയ്സും വൂഹിയും വാങ്സോയ്ക്ക് വേണ്ടിയുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നോട് ക്ഷമിക്കുവാൻ സാധിക്കുമോ എന്ന് വൂഹി ഹെയ്സുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഹെയ്സു പറയുകയാണ്, നമ്മൾ അതിജീവിക്കാനായി മറ്റൊരാളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. പക്ഷേ ഇനിയും ഈ ഒരു ലോകം നമ്മളെ കഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയെങ്കിലും നമ്മുടെ മേലൊരു ദയയൊക്കെ ഉണ്ടാകുമെന്നും ഹെയ്സു പറയുന്നു. അന്ന് രാത്രി ഹെയ്സു വൂക്കിനെ കണ്ടുമുട്ടുകയാണ്. എല്ലാത്തിനും അവസാനം നീ വാങ്സോട് കൂടെ തന്നെയാണ് നിന്നത്. മാത്രമല്ല നീ ഇപ്പോൾ കിങ്ങിൻ്റെ ആളാണല്ലോ എന്നൊക്കെ ഹെയ്സോനോട് ബുക്ക് പറയുകയാണ്. പക്ഷേ എനിക്ക് ഇതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. അങ്ങനെ ബുക്ക് പറഞ്ഞു കഴിയുമ്പോൾ ഹെയ്സു പറയുകയാണ്, വാങ്സോ ഒരിക്കലും എന്നെ ചതിച്ചിട്ടില്ല. മറിച്ച് കിരീടത്തോടും എന്നോടും ഒരുപോലെ നീതി പുലർത്തുകയാണ് ചെയ്തത്. എനിക്ക് രാജാവാകണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ തടഞ്ഞത്? നിന്റെ കണ്ണിൽ എന്നെ ഒരു രാജാവായിട്ട് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മൂക്ക് ഹെയ്സുവിനോട് ചോദിക്കുന്നു. വാങ്സോ ജനിച്ചത് തന്നെ രാജാവാകാനായിട്ടാണ്. ഇതിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റും തന്നെ ഇല്ല. പ്രകൃതിയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും വിധിയാണെന്നും ഹെയ്സു പറയുന്നു. വൂക്ക് ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല പണ്ട് ഹെയ്സുവിന് കെട്ടിക്കൊടുത്ത ആ ഒരു ബ്രേസ്ലെറ്റ് വൂക്കിൻ്റെ കൈവശമുണ്ടായിരുന്നു. അപ്പോൾ വൂക്ക് പണ്ട് ഹെയ്സുമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്ന ഓരോ സമയങ്ങളൊക്കെ ഓർക്കുന്നു. അതിനുശേഷം ആ ഒരു ബ്രേസ്ലെറ്റ് പൊട്ടിച്ചു കളയുകയും ചെയ്യുന്നു. വൂക്കിൻ്റെ അടുത്തേക്ക് യോൻഹെ എത്തുമ്പോൾ വൂക്ക് പറയുകയാണ്, നിന്നെ രാജ്ഞിയാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന്. എല്ലാം ഒരാൾക്ക് മാത്രം സ്വന്തമാകുന്നത് ഒരിക്കലും നീതിയല്ല എന്നും വൂക്ക് പറയുകയാണ്. യോൻഹെനെ ക്വീൻ ആക്കുന്നത് വഴി ഹെയ്സുവിനോട് പ്രതികാരം ചെയ്യണമെന്നാണ് ഇപ്പോൾ വൂക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഹെയ്സു എപ്പോഴും എഴുതാറുള്ള ആ പോയത്തിലെ വരികൾ വാങ്സോനെ കൊണ്ട് എഴുതിക്കുകയാണ് ഹെയ്സു. എന്തിനു വേണ്ടിയാണ് നിനക്ക് ഇത്രയേറെ കോപ്പികൾ ആവശ്യമുള്ളതെന്നൊക്കെ വാങ്സോ ചോദിച്ചിട്ടും ഹെയ്സു ഒന്നും തന്നെ പറയുന്നില്ല. നോർമൽ കപ്പിൾസിനെ പോലെ അവരങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് വാങ്സോ ഹെയ്സുവിനെ നോക്കി ചിരിക്കുകയാണ്. ആ ഒരു ചിരി കാണുമ്പോൾ ഇന്ന് പതിവില്ലാതെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഹെയ്സുവും ചോദിക്കുന്നു. നമ്മൾ ഇതുവരെയായിട്ടും വിവാഹം പോലും കഴിച്ചിട്ടില്ല. എന്തായാലും എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുവാൻ ശ്രമിക്കരുതെന്ന് വാങ്സോ ഹെയ്സുവിനോട് പറയുകയാണ്. ഞാൻ ഇത്രയും നേരം നീ ഫ്രീ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശം എനിക്കുമുണ്ടെന്ന് ഹെയ്സു പറയുകയാണ്. അതിനുശേഷം ഹെയ്സു പറയുകയാണ്, ചൈനെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത്. അവൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അവളില്ലാതെ ഇവിടെ ഭയങ്കര ബോറിംഗ് ആണെന്നും ഹെയ്സ് പറയുന്നു. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് വാങ്സോയും പറയുന്നു. എന്തായാലും അധികം നാൾ നീ ഒറ്റയ്ക്കായിരിക്കുകയില്ല. അധികം താമസിക്കാതെ നമ്മൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമെന്നും വാങ്സോ പറയുന്നു. നാളെ നിന്നെ കാണാൻ ഒരു ഡോക്ടർ എത്തുമെന്നും ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളും നീയും വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കണമെന്നും വാങ്സോ പറയുകയാണ്. അതിന് നമ്മൾ ഇതുവരെ വിവാഹം പോലും കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഹെയ്സ് പറയുമ്പോൾ വാങ്സോ പറയുകയാണ്, ഇപ്പോഴാണെങ്കിൽ പോലും വിവാഹത്തിന് ഞാൻ റെഡിയാണ്. മാത്രമല്ല എപ്പോഴാണോ നിനക്ക് തോന്നുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കൂ എന്നും വാങ്സോ പറയുന്നു. പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് പോയി ഹെയ്സിനെ പ്രപ്പോസ് ചെയ്യാമെന്നായിരുന്നു വാങ്സോ നേരത്തെ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ വാങ്സോ ഒരു കിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യത്തിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഹെയ്സുവിൻ്റെയും വാങ്സോയുടെയും പണ്ട് മുതലുള്ള ആഗ്രഹം പോലെ തന്നെ അവിടെ നിന്ന് നിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യാമെന്ന് വാങ്സോ പറയുന്നു. വാങ്സോ പറഞ്ഞതുപോലെ തന്നെ ഹെയ്സുവിനെ നോക്കാൻ ഒരു റോയൽ ഡോക്ടർ എത്തുകയാണ്. പണ്ട് വക്മുന് വിഷം കൊടുക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സുവിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹെയ്സുവിൻ്റെ മുട്ടിന് വളരെയധികം പ്രശ്നമുണ്ടെന്നും ഇനി ഒരു ദിവസം ഹെയ്സുവിന് നടക്കാൻ പോലും സാധിക്കുകയില്ല എന്നും ഡോക്ടർ പറയുന്നു. അതുമാത്രമല്ല ഹെയ്സു ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചതുകൊണ്ട് തന്നെ ഹേർട്ടൊക്കെ വളരെയധികം വീക്കാണ്. ശരീരവും ഹേർട്ടും ഒരുപോലെ വീക്കായതുകൊണ്ട് തന്നെ ഇനി എത്ര കാലം ഹെയ്സു ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്നും ഡോക്ടർ പറയുന്നു. ഇപ്പോൾ എന്നോട് പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരിക്കലും വാങ്സോയോട് പറയരുതെന്ന് ഹെയ്സ് ഡോക്ടറിനോട് പറയുകയാണ്.
ഹേസു പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്കൊരു 10 വർഷം കൂടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഹേസു പറഞ്ഞതിന് ശേഷം ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, അത് വളരെയധികം കൂടുതലാണെന്ന് എനിക്കറിയാം, എങ്കിലും കുറച്ചു കാലം കൂടി എനിക്ക് വാങ്സോയുടെ കൂടെ ജീവിക്കണം. ജങ് ഹേസുവിൻ്റെ അടുത്ത് എത്തിയിട്ട് വാങ്സോ കുറേയധികം കാലം കിങ്ങായിട്ട് തന്നെ ജീവിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഹേസു പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ജങ് വീണ്ടും പഴയ പോലെ എൻ്റെ ഫ്രണ്ടായിട്ട് മാറാനാണെന്ന്. നീ ആരുടെയും സൈഡിലുണ്ടാവുകയില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ നീ വാങ്സോയുടെ കൂടെ അല്ലേ എന്ന് ജങ് ചോദിക്കുന്നു. നീ തന്നെ കണ്ടതല്ലേ എന്ത് ദുഷ്ടനായിരുന്നു യോ എന്ന്. മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ മുനുശേഷം വാങ്സോ ആയിരുന്നു രാജാവാകേണ്ടത്. അത് നാച്ചുറൽ ഓർഡറിൽ തന്നെ പോവുകയാണ് ചെയ്തതെന്ന് ഹേസു പറയുമ്പോൾ ജങ് പറയുകയാണ്, നീ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, എങ്കിലും എല്ലാത്തിനും കാരണം വാങ്സോയാണ്. വാങ്സോ വന്നതിന് ശേഷമാണ് എല്ലാവരും സന്തോഷപരമായിട്ട് നടന്ന ഈ ഒരു പാലസ് തന്നെ മാറിയത്. മാത്രമല്ല, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് വാങ്സോ ആ കിരീടം തട്ടിയെടുത്തു എന്ന് തന്നെയാണ്. എനിക്ക് നിന്റെ കാര്യം ഓർത്തിട്ടും വിഷമമുണ്ടെന്ന് ജങ് പറയുകയാണ്. നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് ശരിക്കും ക്വീനാകാൻ പറ്റുമെന്ന്? കിങ് ഒരുപാട് പേരെ വിവാഹം കഴിക്കും, അതിലൊരാൾ മാത്രമായിരിക്കും നീ. നിന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങളൊന്നും തന്നെ യാഥാർത്ഥ്യമാവുകയില്ല. എപ്പോഴെങ്കിലും നിനക്ക് ഈ പാലസ് മടുക്കുകയാണെങ്കിൽ, ഇവിടെ നിന്നും ശരിക്കും പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇവിടെ നിന്നും പോകാനൊരു വഴി ഞാൻ കണ്ടെത്തുമെന്ന് ജങ് പറയുകയാണ്. വാങ്സോനെ കാണാൻ വൂക്കെത്തുന്നു. വൂക്കെത്തി വാങ്സോയോട് പറഞ്ഞത് ഇതായിരുന്നു, ഇപ്പോൾ മിലിറ്ററിയിലുള്ള വൂക്കിൻ്റേതായിട്ടുള്ള കുലക്കാരെയും അതുപോലെ തന്നെ അവരുടേതായ സ്വത്തുക്കളും എല്ലാം തിരിച്ചു നൽകണമെന്ന്. ഇപ്പോൾ വാങ്സോയുടെ അമ്മയുടെ കുലത്തിലുള്ള ആളുകൾ ഒരു യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അത് നയിക്കുന്നത് ജങ്ങാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വൂക്ക് എത്തിയിരിക്കുന്നത് അവരുടെ കൂടെ കൂടാൻ വൂക്കിൻ്റെ കുലത്തിലുള്ള ആൾക്കാർക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വാങ്സോയുടെ കൂടെ വൂക്കിൻ്റെ ആളുകളായിട്ട് നിൽക്കുന്നവരെല്ലാവരും തിരിച്ചു പോവുകയാണെങ്കിൽ അത് വാങ്സോയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ഒരു കിങ്ങിന് ചിറകുകൾ പോലെ തന്നെയാണ് സൈന്യബലവും അതുപോലെ തന്നെ സ്വത്തും. എൻ്റെ ചിറകുകൾ നീ അറുത്തു മുറിക്കാനാണോ നോക്കുന്നതെന്ന് വാങ്സോ വൂക്കിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഒന്നും എന്നെ പേടിപ്പിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് വാങ്സോ പറയുമ്പോൾ, നിനക്ക് ചിറകുകൾ നൽകാൻ താല്പര്യമില്ലെങ്കിൽ ഹൃദയം തന്നാലും മതിയെന്ന് തിരിച്ചു മറുപടിയായി വൂക്ക് പറയുകയാണ്. ഞങ്ങളുടെ കുലത്തിൽ നിന്നും വാങ്സോയ്ക്കൊരു വിവാഹാലോചന ഉണ്ടെന്നും കൂടി വൂക്ക് പറയുകയാണ്. യോൻഹ ഹേസുവിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടത് ഒരേ കാര്യമാണെന്ന് പറയുമ്പോൾ ഹേസു പറയുകയാണ്, അതിന് നിന്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന്. എനിക്ക് അധികാരവും പദവിയും വേണം. എൻ്റെ മകനെ അടുത്ത കിരീടാവകാശിയാക്കണമെന്ന് യോൻഹ പറയുകയാണ്. അങ്ങനെ യോൻഹ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ കിങ്ങിനെ വിവാഹം കഴിക്കും, കിങ്ങിൻ്റെ വൈഫാവുകയും ചെയ്യും, അടുത്ത ക്വീൻ ഞാനാണെന്ന്. പക്ഷേ വാങ്സോ എന്ന് പറയുന്നതിന് പകരം കിങ് എന്ന് മാത്രമായിരുന്നു യോൻഹ പറഞ്ഞിരുന്നത്. അതിനർത്ഥം കിങ് ആയതുകൊണ്ട് മാത്രമാണ് വാങ്സോനെ വിവാഹം കഴിക്കാൻ യോൻഹ തയ്യാറായതെന്നാണ്. അതേസമയം വൂക്ക് വാങ്സോയോട് പറയുകയാണ്, നീ ഇപ്പോൾ യോൻഹനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ എല്ലാ ശക്തരായ ഫാമിലീസും നിന്റെ കൂടെ നിൽക്കും. നിനക്കൊരിക്കലും ഈ ഒരു സിംഹാസനം ഒറ്റയ്ക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നിനക്ക് ഒരുപാട് കാലം രാജാവായിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ ഒരാളെ വിവാഹം കഴിക്കാമെന്ന് നേരത്തെ തന്നെ പ്രോമിസ് നൽകിയതാണെന്ന് വാങ്സോ പറയുമ്പോൾ വുക്ക് പറയുകയാണ്, അത് ഹേസു അല്ലേ എന്ന്. ഹേസുവിനൊരിക്കലും ക്വീനാകാൻ സാധിക്കുകയില്ല എന്നും വുക്ക് പറയുന്നു. ഞാൻ നേരത്തെ തന്നെ വാക്ക് നൽകിയതാണ്, എൻ്റെ വാക്ക് ഞാൻ ഒരിക്കലും മാറുകയില്ല എന്ന് വാങ്സോ പറയുമ്പോൾ വുക്ക് പറയുകയാണ്, കിങ് ടൈജോമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ഹേസു കൈമുറിച്ചതായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ശരീരത്ത് പാടുള്ള ഒരാളെ ഒരിക്കലും കിങ് വിവാഹം കഴിക്കുകയില്ല എന്ന്. ഞാൻ വാങ്സോനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് യോൻഹ പറയുമ്പോൾ ഹേസു പറയുകയാണ്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് വാങ്സോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് പറയുന്നത് വരെ ഞാൻ നിന്നെ വിശ്വസിക്കുകയില്ല എന്ന്. പവർഫുൾ ആയിട്ടുള്ള എല്ലാ ഫാമിലീസും ഇപ്പോൾ വാങ്സോയ്ക്കെതിരാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ ഇപ്പോൾ വാങ്സോയുടെ മുമ്പിൽ ഇല്ല എന്നും യോൻഹ പറയുന്നു. കിങ്ങിന് നിന്നോട് പറയാൻ സാധിക്കാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ചെറിയ റൂമിലാണ് നീ ഇത്രയും കാലം വാങ്സോയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. ഈ ഒരു ചെറിയ റൂം പോലും നിനക്ക് ധാരാളമാണ്. അങ്ങനെ ഒരാളാണ് ക്വീൻ ആകുന്നതെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യം തന്നെ കഷ്ടത്തിലാകും. മാത്രമല്ല വാങ്സോയ്ക്ക് കിരീടം നഷ്ടമാവുകയും ചെയ്യും. ശരീരത്ത് പാടുള്ള ഒരാളെ കിങ്ങിന് ഒരിക്കലും വിവാഹം കഴിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ എന്നും യോൻഹ പറയുന്നു. ഞാൻ കിങ് ടൈജോയുടെ മകളാണ്. വാങ്സോനെ വിവാഹം കഴിച്ചു ഞാൻ ക്വീൻ ആവുകയാണെങ്കിൽ ഒരു കുലം മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. മാത്രമല്ല എത്ര കാലം വേണമെങ്കിലും വാങ്സോയ്ക്ക് കിങ് ആയിട്ടിരിക്കുവാനും സാധിക്കും.
പക്ഷേ നീ കിങ്ങിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ കിങ്ങിനെ കിരീടം നഷ്ടമാകുന്നതല്ലാതെ മറ്റൊരു ഗുണങ്ങളും ഉണ്ടാവുന്നതല്ല. ഹെയ്സുനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും വാങ്സോയ്ക്ക് കിരീടം നഷ്ടമാകുമെന്ന് മൂക്ക് പറയുകയാണ്. കിരീടത്തിനു വേണ്ടി ഞാൻ ഹെയ്സുനെ ഉപേക്ഷിക്കുമെന്നാണോ കരുതിയത്? ഒരിക്കലുമില്ല, എനിക്ക് രണ്ടും വേണമെന്നാണ് വാങ്സോ പറയുന്നത്. ഒരു പാടിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹെയ്സുനെ തള്ളിക്കളയുമെന്നാണോ നീ വിചാരിച്ചതെന്നും മൂക്കിനോട് വാങ്സോ ചോദിക്കുന്നു. ഈ ഒരു മുഖം വെച്ചിട്ടാണ് ഞാൻ രാജാവായത്, അത് നീ മറക്കരുതെന്ന് ബൂക്കിനോട് വാങ്സോ പറയുന്നു. അടുത്തതായിട്ട് സെക്കൻഡ് ക്വീൻ എത്തി വാങ്സോയോട് പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ പോലും തള്ളിക്കളഞ്ഞിട്ടാണ് നീ എന്നെ സ്വീകരിച്ചതെന്ന്. രാജ്യത്തിൻ്റെ നല്ലത് അതാണെന്ന് എനിക്കും തോന്നിയെന്നും ക്വീൻ പറയുന്നു. മാത്രമല്ല ക്വീൻ ഹെയ്സു എഴുതിയ ഒരു ബുക്ക് വാങ്സോനെ കാണിക്കുകയാണ്. ആ ബുക്കിലുണ്ടായിരുന്ന വാക്കുകളൊന്നും ഇവർക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ കാലഘട്ടത്തിനും 1000 വർഷങ്ങൾക്കപ്പുറമായിരുന്നു ഹെയ്സു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹെയ്സുവിന് അറിയാവുന്ന ലാംഗ്വേജ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ ഒരു എഴുത്തൊക്കെ കാണുമ്പോൾ തന്നെ ഹെയ്സു അബ്നോർമൽ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ക്വീൻ പറയുകയാണ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ കാര്യത്തിലൊന്നും നിങ്ങളാരും ഇടപെടേണ്ട കാര്യമില്ല എന്ന് വാങ്സോയും പറയുന്നു. ഹെയ്സുവിനെ വിവാഹം കഴിച്ച് കിരീടം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരിക്കലും വാങ്സോ സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ക്വീനു മനസ്സിലാകുന്നു. പിന്നീട് ഹെയ്സു ചെയിനെ കണ്ടതിന് ശേഷം പാലസിൽ നിൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ, കിങ് അത് സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ചോയിച്ചി ഹെയ്സുവിനെ കൂട്ടിക്കൊണ്ട് ചോയിച്ചിയുടെ ടവറിലെത്തുകയാണ്. പണ്ട് എല്ലാ പ്രിൻസും കൂടി ഒത്തുചേരുന്നത് ഇവിടെ ആയിരുന്നുവെന്ന് ചോദിച്ച് പറയുന്നു. അതിനുശേഷം ഓരോ പ്രിൻസിനും ഇഷ്ടമുള്ള ഈ ടവറിലെ ഓരോരോ സാധനങ്ങളുടെ പേരായിട്ട് ചോദിച്ച് പറയുകയാണ്. പക്ഷേ അന്നത്തെ ആ ദിവസങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ഞാനിപ്പോൾ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചതിന് പിന്നിലെ കാരണം വാങ്സോമായിട്ടുള്ള നിന്റെ വിവാഹം നടത്തരുതെന്ന് പറയാനാണ്. ഇതുവരെ നടന്ന എല്ലാ കാര്യത്തിലും ഹെയ്സന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടം കൊണ്ടെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഹെയ്സ് പറയുകയാണ്, ഞാൻ ഒന്നും തന്നെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് വാങ്സോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു പ്രതീക്ഷയാണ്, എല്ലാത്തിനും അവസാനം ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുമെന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇതുവരെ ഞാൻ കാത്തിരുന്നതിന് ഒരർത്ഥവും ഇല്ലാതായി പോകും. മാത്രമല്ല അങ്ങനെ ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. ഇതുവരെ പാലസിലുണ്ടായിട്ടുള്ള എല്ലാ ട്രാജഡീസിനെ കുറിച്ചും ചോദിച്ച് ഹെയ്സുവിനോട് പറയുകയാണ്. ഇപ്പോൾ നീ ആ കാര്യങ്ങളൊന്നും ഓർക്കാതെ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങളായിരിക്കും ഇനിയുണ്ടാവുക. ഒരു രാജാവിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അധികാരമാണ്. പക്ഷേ ഇപ്പോൾ വാങ്സോയ്ക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കൊരിക്കലും വാങ്സോനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് കേട്ട് കഴിയുമ്പോൾ ഹെയ്സുവിനെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി നെഞ്ചിൽ കൈയൊക്കെ വയ്ക്കുന്നു. അടുത്തതായിട്ട് ഹെയ്സു കിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഹെയ്സു വാങ്സോയോട് പറയുകയാണ്, എനിക്ക് മാർക്കറ്റിലൊക്കെ നിൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. മാത്രമല്ല 2 മുഖംമൂടികൾ ഹെയ്സു കാണിക്കുകയാണ് വാങ്സോനെ. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾക്ക് ആരും അറിയാതെ ഇവിടെ നിന്നും പോകാമെന്നും പറയുന്നു. അങ്ങനെ അവർ പാലസിലുള്ള ആരും കാണാതെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കുകയായിരുന്നു. ഹെയ്സു വാങ്സോനെ പിങ്കി പ്രോമിസ് ഒക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്നു. പിന്നീട് ആ ഒരു വഴിയിലൂടെയൊക്കെ ഹെയ്സുവിൻ്റെ കൈയും പിടിച്ച് വാങ്സോ പോകുന്നു. എന്തായാലും അന്നത്തെ ഒരു ദിവസം അവരെല്ലാ പ്രശ്നങ്ങളും മറന്ന് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നീട് വാങ്സോ ഹെയ്സുവിനെ ഹഗ് ചെയ്യുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഹെയ്സു തന്നെ ഉണ്ടാക്കിയ പാലസിനകത്തുള്ള പ്രയർ സ്റ്റോൺസിന് മുമ്പിൽ ഹെയ്സു വാങ്സോനെ കൊണ്ട് നിർത്തുകയാണ്. പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്യാമെന്ന് വാങ്സോ നേരത്തെ ഹെയ്സുവിന് വാക്ക് നൽകിയതായിരുന്നു. ആ ഒരു വാക്ക് പാലിക്കാനാണോ ഇപ്പോൾ പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് വാങ്സോ ചോദിക്കുന്നു. നീ എന്തെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു, അതിനുവേണ്ടി നേരത്തെ തന്നെ ഞാൻ ഇതുണ്ടാക്കി വെച്ചതാണെന്ന് വാങ്സോയോട് ഹെയ്സുവും പറയുന്നു. എന്ത് കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ നിൻ്റെ കൂടെ ജീവിക്കുവാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കൊരുമിച്ച് ജീവിക്കാം, എന്നെ വിവാഹം കഴിക്കുമോ എന്ന് വാങ്സോ ചോദിക്കുകയാണ്. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ഹെയ്സു പറയുകയാണ്, എനിക്കതിന് സാധിക്കുകയില്ല. ഇപ്പോൾ ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്കുള്ളതുകൂടി നഷ്ടപ്പെടുമെന്ന് ഹെയ്സു പറയുമ്പോൾ വാങ്സോ പറയുകയാണ്, നിന്നോട് ആരാണ് ഇതെല്ലാം പറഞ്ഞതെന്ന്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. എന്തൊക്കെ വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് വാങ്സോ പറയുന്നു. ഹെയ്സു അപ്പോൾ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഒരിക്കലും നിർത്തുകയില്ല. മാത്രമല്ല നിൻ്റെ അടുത്ത് നിന്നും ഒരിടത്തേക്കും പോവുകയില്ല. ഞാൻ പാലസിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ഞാൻ ക്വീൻ ആവുകയാണെങ്കിൽ ഒരുപാട് റൂൾസൊക്കെ ഞാൻ പാലിക്കേണ്ടതായിട്ട് വരും. എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കുവാൻ പറ്റുകയില്ല. ഞാൻ ഓക്കെ ആണെന്നും കൂടി ഹെയ്സു പറയുകയാണ്. നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും എന്നെ വിട്ട് ഒരിടത്തേക്കും പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല.
നീ എപ്പോഴും എൻ്റേത് മാത്രമാണ്. ഞാൻ അനുവദിക്കാതെ നിനക്ക് ഒരിടത്തേക്കും പോകുവാൻ സാധിക്കുകയില്ല. നിന്നെ ഒരിടത്തേക്കും വിടുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല. അത്രയും പറഞ്ഞിട്ട് വാങ്സോ ഹേസുവിനെ ഹഗ് ചെയ്യുന്നു. മാത്രമല്ല വാങ്സോ ഒരു കാര്യം കൂടി പറയുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരേ ഒരു ക്വീൻ നീ മാത്രമാണ്. അടുത്ത സീനിൽ വാങ്സോയുടെയും യോൻഹയുടെയും വിവാഹമാണ് കാണിക്കുന്നത്. വാങ്സോനെ വിവാഹം കഴിക്കുന്നതിലൂടെ യോൻഹ ക്വീനായി മാറുകയാണ്. ഹെയ്സുവും വിവാഹത്തിനായി കരുതി വെച്ച വസ്ത്രം ധരിക്കുകയാണ്. അന്ന് ക്വീൻ ആയില്ലെങ്കിൽ പോലും വാങ്സോ കൊടുത്ത ആ ഒരു ഹെയർ പിൻ ഹെയ്സുവിൻ്റെ തലയിലുണ്ടായിരുന്നു. പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹെയ്സുവിൻ്റെ അടുത്തേക്ക് ചെങ് എത്തുകയാണ്. എന്നെയും കിങ്ങിൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടില്ലായിരുന്നു എന്നും ചെങ് പറയുന്നു. ഇനിയും നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇനിയെങ്കിലും എൻ്റെ കൂടെ വന്നൂടെ എന്നും ചെങ് ചോദിക്കുന്നു. എനിക്ക് വാങ്സോനെ വിട്ട് വരുവാൻ സാധിക്കുകയില്ല എന്ന് ഹെയ്സുവും പറയുന്നു. ചെങ് പറയുകയാണ്, നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. നീ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഈ പാലസൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് ദൂരത്തേക്ക് പോകാം. വാങ്സോ കൊടുത്ത ആ ഒരു ക്ലിപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, അതിലെ ബട്ടർഫ്ലൈനെ പോലെ നീ ആഗ്രഹിക്കുന്നിടത്തോടെയൊക്കെ നമുക്ക് പറന്ന് നടക്കാം. ഏതെങ്കിലും ഒരു നിമിഷം നിനക്കങ്ങനെ തോന്നുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്ക് മാത്രം എന്നോട് പറഞ്ഞാൽ മതിയെന്നും ചെങ് പറയുകയാണ്. നീ ഏതാഗ്രഹം പറഞ്ഞാലും ഞാനത് സാധിച്ചു തരും. വിവാഹ വസ്ത്രത്തിലുണ്ടായിരുന്ന യോൻഹയുടെ ഫേസ് കാണുകയാണ് വാങ്സോ. യോൻഹയുടെ അടുത്ത് നിന്നും വാങ്സോ പോവുകയാണ്. ഹെയ്സുവിനെ ഇനിയും ഇവിടെ നിർത്തുകയാണെങ്കിൽ ഭാവിയിൽ അത് വാങ്സോയ്ക്ക് നല്ലതായിരിക്കുകയില്ല എന്ന് യോൻഹ പറയുകയാണ്. നിനക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധം തന്നെയാണ് ഹെയ്സു എന്നും യോൻഹ കൂട്ടിച്ചേർക്കുന്നു. ക്വീൻ ആകണമെന്നല്ലായിരുന്നു നിന്റെ ആഗ്രഹം, അതിപ്പോൾ സാധിച്ചിട്ടുണ്ട്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് വാങ്സോ പറയുന്നു. ഹെയ്സു പ്രയർ സ്റ്റോൺസിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് ചെയ് കാണുകയും ചെയ് ഹെയ്സുവിനൊരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രയർ സ്റ്റോൺസ് ഒക്കെ കണ്ടപ്പോൾ ലേഡി ഹെയ്സുവിന് വേണ്ടി ഉണ്ടാക്കിയ പ്രയർ സ്റ്റോൺസ് ഒക്കെ ഓർമ്മ വന്നു എന്ന് ചെയ് പറയുന്നു. അസുഖം മൂലം മരിച്ചുപോയ ചെയുടെ അമ്മേനെയും കൂടി ചെയ് ഓർക്കുകയാണ്. അങ്ങനെ ചെയ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഹെയ്സുവും മുട്ടിൽ നിന്ന് ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞത് പിന്നെയും ആവർത്തിച്ച് പറയുകയായിരുന്നു ഹെയ്സു അങ്ങനെ പറയുമ്പോൾ ഹെയ്സുവിൻ്റെ മനസ്സിലുള്ള വിഷമമൊക്കെ മനസ്സിലാക്കിയ ചെയ് ഹെയ്സുവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. മാത്രമല്ല ഹെയ്സുവിനെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നു. വാങ്സോ എത്തുമ്പോൾ ഹെയ്സുവിനെ ചെയ് സമാധാനിപ്പിക്കുന്നത് കാണുകയാണ്. അന്ന് ഹെയ്സുവിൻ്റെ റൂമിന് വെളിയിൽ വാങ്സോ നിൽക്കുകയാണ്. അകത്ത് ഹെയ്സുവും ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു. പണ്ടത്തെ പോലെ ആ ഒരു ഡോറ് തുറക്കാനുള്ള ധൈര്യം ഇപ്പോൾ വാങ്സോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഗ്വാങ്ജോങ് രാജാവായിട്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ ഗ്വാങ്ടോക്ക് എന്ന് വിളിച്ചാലോ എന്ന് വാങ്സോ എല്ലാവരോടുമായിട്ട് അഭിപ്രായം ചോദിക്കുന്നു. എല്ലാവരും തന്നെ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിക്കണമെന്ന് വോക്ക് വാങ്സോയോട് അപേക്ഷിക്കുന്നു. വാങ്സോ അത് അംഗീകരിക്കുകയാണ്. ഞാനിനി മുതൽ ഹണ്ടിങ്ങും പിന്നെ കുറച്ച് റീഡിങ്ങും ഒക്കെ ആയിട്ട് പോവുകയാണ്. ഇവിടെയുള്ള മിനിസ്റ്റേഴ്സൊക്കെ ഗവൺമെൻറ് നോക്കി നടത്തിയാൽ മതിയെന്നും വാങ്സോ പറയുന്നു. പിന്നെ വാങ്സോ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് ചെങ് നേരത്തെ വാങ്സോ കിരീടം തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്സോയ്ക്കെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചെങ്ങിനെ ഈ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് ചെങ്ങിൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വാങ്സോ പറയുന്നു. പക്ഷേ അതൊരു വലിയ ശിക്ഷയല്ല എന്ന് ബേക്ക ചോദിക്കുമ്പോൾ അവനെ ഞാൻ തൂക്കിക്കൊല്ലാനൊന്നുമല്ലല്ലോ വിധിച്ചത്, അവനെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടാനല്ലേ എന്ന് വാങ്സോയും പറയുന്നു. ചെങ്ങിനെ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണെന്നുള്ള കാര്യം ക്വീൻ അറിയുകയാണ്. ക്വീൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം യോനെയും ചെങ്ങിനെയുമായിരുന്നല്ലോ. യോ ഇപ്പോൾ ജീവനോടെയില്ല. ചെങ്ങാണെങ്കിൽ തന്നെ വിട്ടു പോകാനും പോകുന്നു. ഇതെല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ ക്വീൻ ബോധം കെട്ട് വീഴുകയാണ്. ബേക്ക വൂഹിയോടും ഹെയ്സുവിനോടും ചെങ്ങിനെ ഇവിടെ നിന്നും തിരിച്ച് ചെങ്ങിൻ്റെ ഫാമിലിയിലേക്ക് പറഞ്ഞു വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. തൂക്കിലേറ്റുന്ന ശിക്ഷ കഴിഞ്ഞാൽ രണ്ടാമതായിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് അത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവന് വേറെ ഒരിടത്തേക്കും പോകാനുള്ള അനുമതി ഉണ്ടാകുന്നതല്ല. ചെങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വാങ്സോട് സംസാരിക്കാമെന്ന് ഹെയ്സ് പറയുകയാണ്. പക്ഷേ അതിനുള്ള അനുമതി നമുക്ക് ആർക്കും ഇല്ല എന്നുള്ള കാര്യം വൂഹി പറയുകയാണ്. ഇപ്പോൾ കിങ് ഒരുപാട് ദേഷ്യത്തിലാണ്. കിങ്ങിൻ്റെ ദേഷ്യമെല്ലാം മാറിയിട്ട് നമുക്ക് തന്നെ സംസാരിക്കാമെന്ന് ബേക്ക പറയുന്നു. ഈ ഒരു വീഡിയോ ഇങ്ങനെ എൻഡ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.